ഹലോ ഡോക്ടർ അശ്വതി. സർ. അസ്മാബി ജോയിൻ ചെയ്തില്ലേ? ഓ, കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്നാ 55 പേരോളായ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സർ ചെയ്യാം. നമ്മുടേത് ഇപ്പൊ ആറാമത്തെ. നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രി വർക്കല, അതുപോലെ AMAയുടെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ വെബിനാർ സീരീസ് ആയിട്ട് നടത്തുന്നത്. ഇത് 6ാമത്തെയാണ്. എന്തായാലും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീരീസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇതിനകം. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണ് പ്രധാനമായിട്ടും. പിന്നെ എന്തോ വളരെ ഭാഗ്യം ചെയ്ത ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് നമ്മുടെ ഏരിയ കമ്മിറ്റിയും നമ്മുടെ ജില്ലാ ആശുപത്രിയും. കാരണം ഇതിന്റെ അവതരണ രീതിയുടെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും തന്നെ ഒരുപാട് പേർക്ക് ഇത് പ്രായോഗികമായിട്ട് പ്രയോജനം, ഒരു ക്ലാസ് അറിവ് എന്നതിലുപരി പ്രായോഗിക തലത്തിൽ ഊന്നിയുള്ള ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്തായാലും പിന്നെ അസ്മാബിയെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനിനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ജന്മസിദ്ധമായ കഴിവുകൾ, നമ്മുടെ ഹാർഡ് വർക്കും രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നല്ലതുപോലെ തിളങ്ങാൻ സാധിക്കുക. അർത്ഥത്തിൽ ഈ ഒരു മേഖലയിൽ ഭാവിയുടെ തന്നെ ഇനി എത്രയോ വർഷം അവരുടെ സേവനങ്ങൾ ഈ സമൂഹത്തിന് വളരെ വിലപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നമ്മളെ ഇൻട്രൊഡക്ഷന് വേണ്ടി ആരാണ്? ജയശ്രീ അല്ലേ? ജയശ്രീ ഡോക്ടർ. അപ്പൊ ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. ഓക്കെ ഡോക്ടറെ. സർ. ചെയ്യാം ഡോക്ടറെ. വെൽക്കം ചെയ്തേക്കോ. ഡോക്ടറെ, അത് കുറച്ച് ഓഡിബിൾ അല്ല കേട്ടോ. ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ ഏരിയ AMA ആറ്റിങ്ങൽ ഏരിയയുടെ സെക്രട്ടറി ഡോക്ടർ അശ്വതി, എനിക്കിന്ന് എന്നെ ഒരു സമയം കൊണ്ട് ഏൽപ്പിച്ച തലത്തിലാണ് അസ്മാബി ഡോക്ടറെ. എന്തോ ഇപ്പൊ ഓഡിബിൾ ആണോ? അതെ. ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി, വർക്കല ജില്ലാ ആശുപത്രിയുടെ ഡോക്ടർ ബൈജു KV, ഡോക്ടർ അശ്വതി, ചുരുങ്ങിയ സമയം കൊണ്ടാണ് എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിൽ നിന്ന് അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഡോക്ടർ അസ്മാബിയെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ അസ്മാബി എന്ന് പറയുമ്പോൾ നമ്മളുടെ വനിതാ കമ്മിറ്റിയുടെ ഏറ്റവും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. UGയും PGയും തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത്. ഇപ്പോൾ കാരാകൃഷി ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു. AMAയുടെ ലെജൻഡ് അവാർഡ് വിന്നറാണ്. അതുപോലെ തന്നെ AMAയുടെ വനിതാ ക്ലിനിക്കിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു നിറസാന്നിധ്യം തന്നെയാണ് ഡോക്ടർ അസ്മാബി. നമ്മളുടെ എല്ലാ ഏരിയകളിലും ജില്ലകളിലും നടന്ന എല്ലാ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഏത് ജില്ലയിലുള്ള വനിതാ ഡോക്ടർമാർക്കായാലും ഏത് വിധത്തിലുള്ള സംശയ നിവാരണത്തിനും എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ അസ്മാബി. സംഘടനാപരമായും വളരെ ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ അസ്മാബിയെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ അസ്മാബി നമ്മളുടെ തൃശ്ശൂർ സോണിന്റെ വനിതാ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. ഡോക്ടർ അസ്മാബി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ വളരെ അടുത്ത ഒരു ബന്ധു കൂടിയായി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ.
താങ്ക് യു. എന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ച ഡോക്ടർ അശ്വതിയെ ഞാൻ എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. അസ്മ ഡോക്ടറെ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ശരി. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ ഡോക്ടറെ? ക്ലിയറാ. ഓക്കെ. സ്ക്രീൻ ഷെയറിംഗ് തുടങ്ങാം. ഈ ഒരു ആറ്റിങ്ങൽ ഏരിയയും വർക്കല ആയുർവേദ ഹോസ്പിറ്റലും കൂടി ചേർത്ത് സംഘടിപ്പിക്കുന്ന ഈ ഒരു വെബിനാർ സീരീസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സിലേക്ക് അശ്വതി ഡോക്ടറാണ് ക്ഷണിച്ചത്. ഒപ്പം ഇതിന്റെ സംഘാടനമായിട്ട് മുന്നിൽ നിൽക്കുന്ന ബൈജു ഡോക്ടർ, അതുപോലെ തന്നെ മറ്റ് ഏരിയ അംഗങ്ങള്, എല്ലാവരെയും അതിനുള്ളൊരു നന്ദി കൂടി അർപ്പിക്കുകയാണ്. ഈ ഒരു സബ്ജക്ട് അശ്വതി ഡോക്ടർ പറഞ്ഞത് തന്നെ പ്രധാനമായിട്ടും ഏറ്റവും OP ലെവൽ പ്രാക്ടീസിൽ ഗുണകരമാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സംശയമുള്ള ഒരു ഏരിയ ആണ് ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഇൻ ഗൈനക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്. അശ്വതി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഏറ്റവും പ്രയാസമുള്ള ഒരു ഏരിയയും കൂടിയാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോഴത്തെ കുറച്ചു കാലമായിട്ടുള്ള എന്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ തുറന്നു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമവും പ്രയാസവും തോന്നിയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ അടുത്ത് വരുന്ന ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ അമനോറിയ എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. പല 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 കണ്ടീഷൻസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതും അത് ഫെർദർ അത് കറക്റ്റ് ടൈമിൽ നമുക്ക് അതിൽ ഇന്റർവെൻഷൻ പ്രോപ്പർ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും നമുക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു അശ്രദ്ധരം അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ പല രീതിയിലും പല പേഷ്യൻസും പലപ്പോഴും നമുക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഹോർമോൺ പിൽസ് കഴിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ വേണമെങ്കിൽ പല പല തരത്തിലുള്ള പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോർമോൺ പിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടുവരുന്ന ഇതിലൊന്നും തന്നെ റെസ്പോണ്ട് ചെയ്യാത്തത്, ഇപ്പൊ ട്രാപ്പിക് MF കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ കഴിക്കുകയാണ്, എന്നിട്ടും ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് പറ്റാവുന്ന ഒരു ക്ലിനിക്കൽ അപ്രോച്ച് എങ്ങനെയൊക്കെയാണ്, അതിലുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളും കൂടിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് എപ്പോഴും സക്സസ്ഫുൾ സ്റ്റോറീസ് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി ഓർക്കാനുള്ളത് ഫെയിലിയർ സ്റ്റോറീസും കൂടിയാണ്. കാരണം അതിൽ നിന്ന് മാത്രമാണ് നമ്മൾ അനുഭവങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. തുടക്കം തന്നെ ഞാനൊരു ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ഡിസീസ് ആവട്ടെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാധനമാണ് എക്സാമിനേഷൻ ആൻഡ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ OP ലെവൽ പ്രാക്ടീസ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു examination or pelvic examination or any other conditions we are difficult to perform. But of course, in every gynecological condition, we should go through the examination, through the proper examination, if possible PV or otherwise in a pelvic examination. It's a compulsory one. And then next is the differential diagnosis. ഒരേ അസുഖം തന്നെ പല തരത്തിലുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ മെഡിസിൻസ് ഉണ്ട്, ചോയ്സ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോ ഒരു കുട്ടി, ഒരു യങ് റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള 21 years ആയിട്ടുള്ള ഒരു ലേഡി പ്രസന്റ് ചെയ്തത് റെഗുലർ പെയിൻഫുൾ പീരീഡ്സ്, ദർ ഇസ് നോ മിസ്ഡ് പീരീഡ്. കുട്ടിയുടെ വീണ്ടും ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് 1 or 2 days ഓഫ് മിസ്ഡ് എന്ന് പറയാൻ കഴിയുന്നില്ല, മേ ബി 1 or 2 days she told. Then she said that heavy bleeding, സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെവി ബ്ലീഡിംഗ് പ്രസന്റേഷൻ ആയിട്ടാണ് വരുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യാറ്, നിങ്ങൾ തന്നെ ഓർത്ത് നോക്കൂ. OP ഒരു പേഷ്യന്റ് വന്നു, ഹെവി ബ്ലീഡിംഗ് ഉണ്ട്. So that what is our prescription first? So we are starting from some Stambana medicines like Musaligadradi Kashaya, Pushyanuga Churna, അങ്ങനെയുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻസിലൂടെയാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതുപോലെ തന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു.
അത് കഴിഞ്ഞ് നോർമലി ഇൻ കേസ് ഓഫ് DUB അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് വി ഹാവ് ടു മോണിറ്റർ വിത്തിൻ 3 or 4 days. ഒരു 3 days ഉണ്ടെങ്കിലും ഫോളോ. അമിനോറിയ ആണെങ്കിൽ നമുക്കല്ലേ പറയാം ഒരു 2 weeks കഴിഞ്ഞിട്ടൊക്കെ പീരീഡ്സ് വന്നാൽ ഇങ്ങ് വരും, അല്ലെ പീരീഡ്സ് വന്നില്ലെങ്കിൽ പറയൂ എന്ന് പറയാം. പക്ഷേ ഇപ്പൊ ഹെവി ബ്ലീഡിങ് പ്രസന്റേഷൻ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. സോ ഒരു 3 days 4 days കഴിഞ്ഞ് ഷീസ് കെയിം ഫോർ ഫോളോ അപ്പ്. ഫോളോ അപ്പിന് പറഞ്ഞപ്പോഴും പറഞ്ഞത് ദർ ഇസ് നോ റെഡ്യൂസ്ഡ് ഇൻ ബ്ലീഡിങ് ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിന് പകരം പ്രിക്കിംഗ് പെയിൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ലോവർ അബ്ഡമൻ. അപ്പോഴാണ്, അപ്പൊ ആദ്യത്തെ സൈറ്റിൽ വന്നു, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി പറഞ്ഞു വിട്ടു. ദെൻ നെക്സ്റ്റ് ടൈം വന്നപ്പോഴാണ് പേഷ്യന്റിനെ കിടത്തിയിട്ട് ഒന്ന് ജസ്റ്റ് എക്സാമിൻ ചെയ്തപ്പോൾ എക്സാക്ട്ലി ഓൺ ലെഫ്റ്റ് സൈഡിൽ ഒരു സിവിയർ പെയിൻ, ഒരു പ്രിക്കിംഗ് പെയിൻ ആൻഡ് കോളിക്കി പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു അബ്നോർമൽ പ്രസന്റേഷൻ ആയതുകൊണ്ട് മാത്രം പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ USGക്ക് പറഞ്ഞു വിട്ടു. ദെൻ ഉടനെ തിരിച്ചു വന്നപ്പോ കണ്ടത് എന്താന്ന് വെച്ചാല് ഇറ്റ് വാസ് ആൻ എക്ടോപിക് പ്രഗ്നൻസി. അപ്പോ നമ്മളെ ക്ലിനിക്കൽ ലൈഫിൽ എപ്പോഴും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എക്ടോപിക് പ്രഗ്നൻസി. ദർ മെ നോട്ട് ബി മിസ്ഡ് പീരീഡ് ആസ് യൂഷ്വൽ. എല്ലായ്പ്പോഴും മിസ്ഡ് പീരീഡ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോ മേ ബി 1 or 2 days അതല്ലെങ്കിൽ അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇഫ് പേഷ്യന്റ് ഇൻ എ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, എസ്പെഷ്യലി ലിവിംഗ് ടുഗദർ, ദെൻ വി ഷുഡ് റൂൾ ഔട്ട് ഓർ വി ഷുഡ് ഡിഫറൻഷിയേറ്റ് വാട്ട് ഇസ് ദ പ്രോബ്ലം ബിഹൈൻഡ് ഇറ്റ്. അപ്പോ അതിനകത്ത് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ആദ്യം പറയാം. ഇവിടെ സംഭവിച്ചത് എന്താണ്? ആ പേഷ്യന്റ് ആദ്യമായിട്ട് വന്നപ്പോൾ യങ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്, അബ്നോർമൽ ബ്ലീഡിംഗ് പ്രസന്റേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടിയിരുന്നത് ഒരു UPTയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇഫ് ഇറ്റ് ഇസ് എക്ടോപിക് പ്രഗ്നൻസി ഓർ നോട്ട്. അത് ചെയ്തില്ല. അതിന് പകരം സ്തംഭന മെഡിസിൻസ് എഴുതി വിട്ടു, പേഷ്യന്റിനെ പറഞ്ഞയച്ചു. പേഷ്യന്റ് തിരിച്ചു വന്നപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി, ഹാഫ് ഓഫ് ദ റിപ്രൊഡക്റ്റീവ് ഏജ് വിൽ ലോസ്റ്റ്. ഒരേ ഒരു ചെറിയൊരു എന്താ പറയാ നമ്മുടെ കയ്യിൽ പറ്റിയൊരു കാരണം കൊണ്ട് ആ കുട്ടിയുടെ ആ ട്യൂബ് റപ്ചർ ആയി. ദെൻ അത് എക്ടോപിക് പ്രഗ്നൻസി ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് ആ കുട്ടിയെ പ്രിപ്പയർ ചെയ്തു, ഈവൻ അനലോമൻ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തു. നെക്സ്റ്റ് ഒരു ട്യൂബേ ഉള്ളൂ, അതിന് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തെടുത്തു. ഈവൻ ദോ ആ കുട്ടി കൺസീവ് ചെയ്തു, നെക്സ്റ്റ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഉണ്ടാവുകയും ചെയ്തു. ബട്ട് ഇങ്ങനെയുള്ള ആളുകളിൽ വീണ്ടും എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു ബ്ലീഡിംഗ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ അടുത്തൊരു സ്ലൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രസന്റേഷൻ ഓഫ് ഹെവി ബ്ലീഡിംഗ് വിത്ത് ആൻ ഏജ് ഓഫ് 44 years. സോ ഹിയർ പെർ അബ്ഡമൻ എക്സാമിനേഷൻ ദർ വിൽ ബി എ ഹ്യൂജ് മാസ്. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ഹെവി ബ്ലീഡിംഗ് ആവുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ ഒരു പെർ അബ്ഡമൻ എക്സാമിനേഷൻ നമ്മൾ ചെയ്യാറില്ല. ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് വന്ന സമയത്ത് ആ ഒരു പെർ അബ്ഡോമൻ എക്സാമിനേഷൻ ചെയ്തപ്പോൾ കണ്ടത് ഒരു ഹ്യൂജ് മാസ് ആയിരുന്നു. അബൌട്ട് നമുക്ക് ഹാൻഡിൽ തന്നെ ഒരു 10 to 15 സെന്റിമീറ്ററോളം വലിപ്പം തോന്നിക്കുന്ന ഒരു മാസമായിരുന്നു. ദെൻ അപ്പോൾ തന്നെ USGക്ക് പറഞ്ഞു വിടുകയും ആ ഒരു സമയത്ത് കിട്ടിയ ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് അബൌട്ട് 13 സെന്റിമീറ്റർ ഓഫ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്. അപ്പൊ ആ ഒരു കേസിൽ തന്നെ നമ്മൾ ചോദിക്കുകയും ചെയ്തു, കാരണം ഇത്രയായിട്ടും എങ്ങനെയാണ് ഹൗ ഇത്രയും കാലം ഇത്രയൊരു എന്താ പറയാ ഹെവി ഗ്രോത്ത് വൈറൽ ഉണ്ടായിട്ടും അൺഐഡന്റിഫൈഡ് ആയിട്ട് പോയത് എന്നുള്ളത് ചോദിക്കേണ്ടായി. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള കണ്ടീഷൻസും നമുക്ക് വരാം. നെക്സ്റ്റ് സ്ലൈഡ്. ഹിയർ മെനോപോസൽ ബ്ലീഡിംഗ് അല്ലെ, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് മെനോപോസൽ ബ്ലീഡിംഗ്. അതൊരു പേഷ്യന്റ് പ്രസന്റ് ചെയ്തത് ഹെവി ഡിസ്ചാർജ് പെർ വജൈന ആൻഡ് അലോങ് വിത്ത് തിക്ക് ആൻഡ് സെപ്പറേറ്റഡ് ബ്ലഡ് പ്ലസ് പസ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ ഇങ്ങനെ ഒരു കാണുമ്പോഴേ ഒരു CA ആണോ എന്ന് സസ്പെക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കേസാണ്. പക്ഷെ അത് കസ്കോസ് വെച്ച് നമ്മൾ സ്പെക്കുലം വെച്ച് എക്സാമിൻ ചെയ്യുമ്പോൾ കാണുന്നത് ബ്ലീഡിംഗ് ഓൺ ടച്ച്, സർവിക്സിനകത്തുനിന്ന് ബ്ലീഡിംഗ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു കേസും തന്നെ CA സർവിക്സിന്റെ ഒരു തുടക്കം ആയിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ അതായത് നമ്മൾ എക്സാമിനേഷൻ എന്നുള്ളത് ഈ കാര്യത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറൊരു മെനോപോസൽ ലേഡി സെയിം കംപ്ലൈന്റ് തന്നെ, അതായത് ബ്ലഡ് ഓൺലി ബ്ലഡ് നോട്ട് പസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിനകത്ത് അത് എക്സാമിൻ ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് ആള് ഭയങ്കര പേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ നോക്കുമ്പോൾ ഒരു ഡെക്യുബിറ്റസ് അൾസറിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് ഡെക്യുബിറ്റസ് അൾസർ വരുന്നത്? ഈ ഒരു യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് വെളിയിലേക്ക് വന്ന് അത് ഒരഞ്ഞ് അതിനകത്തു നിന്നും ബ്ലീഡിങ് വന്നതിന് ശേഷമായിരുന്നു ശരിക്കും അവരത് ആ ഒരു ബ്ലീഡിങ് കണ്ടപ്പോഴാണ് പേടി. ഓ ശരി, ഇനി ആഫ്റ്റർ മെനോപോസ് എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ഒരു ഇതാവോ അല്ലെങ്കിൽ ക്യാൻസർ ആവോ എന്നുള്ള പേടി കൊണ്ട് ഈ കാര്യത്തിനുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെവി ഡിസ്ചാർജ് പെർ വജൈന ഈ രീതിയിലുള്ള കേസസ് വരുമ്പോൾ തീർച്ചയായിട്ടും എക്സാമിനേഷൻ ആൻഡ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്.
അപ്പൊ ഈ ഒരു 2-3 കേസുകൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു ഇതിന്റെ അത്രയും ഒരു പ്രാധാന്യം ഉള്ളതാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോർമൽ പ്രസന്റേഷൻസ് എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുന്നതാണ് കൃച്ഛാർത്തവം എന്നും അമിതാർത്തവം എന്നും നഷ്ടാർത്തവം എന്നുള്ള ഒരുപാട് തരത്തിലുള്ള ഡിസോർഡേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അതിനകത്ത് അമിതാർത്തവം എന്ന് പറയുന്നത് ഇപ്പൊ രസത്തിൽ നിന്ന് രസധാതുവിൽ നിന്നാണ് ആർത്തവം അല്ലെ, അഗ്നേയമായിട്ടുള്ള ആർത്തവവും അതുപോലെ തന്നെ സ്തന്യം സൗമ്യമായിട്ടുള്ള സ്തന്യവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് രസധാതുവിൽ നിന്നാണ്. നെക്സ്റ്റ്. ഇവിടെ തന്നെ ഒരു രജസ്രാവം രജപ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് തന്നെ സമ്യക്കായിട്ട് വരുന്നത് ശുദ്ധാർത്തവ ലക്ഷണമായിട്ടും അസമ്യക് വരുന്നത് ദുഷ്ടാർത്തവ ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ്. ഇതിൽ എങ്ങനെയാണ് നമ്മളൊരു കേസിന് ദുഷ്ടാർത്തവം എന്ന് പറയുന്നത്? അപ്പൊ അതിന്റെ തന്നെ ഇന്റർവെൽ എന്ന് പറയുന്നത് പോളിമെനോറിയ ഒരു ഹെവി ബ്ലീഡിംഗ് ആവാം, ഒലിഗോമെനോറിയ ലെസ് ബ്ലീഡിംഗ് ആവാം, or അമിനോറിയ ആവാം. ഡ്യൂറേഷൻ തന്നെ പ്രൊലോങ്ഡ് ആവാം or less than 2 days ആവാം. ദെൻ കളർ ഡീവിയേഷൻ ഫ്രം നോർമൽ കളർ അല്ലെ, നമുക്ക് നോർമൽ കളർ എങ്ങനെയാണെന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ അതിനകത്ത് ക്ലോത്ത്സ് നോർമൽ ബ്ലീഡിംഗിൽ ക്ലോത്ത്സ് ഉണ്ടാവില്ല, ഹിയർ ഇറ്റ് മേ ബി പ്രസന്റ്. ദെൻ സ്റ്റെയിൻസ് ഓൺ ക്ലോത്ത്, ഇവിടെ അബ്നോർമൽ ബ്ലീഡിംഗ് ആകുമ്പോൾ ദർ മേ ബി സ്റ്റെയിൻസ്. Shula will not be painful in normal conditions, but here it may be severe pain. Next. അപ്പോ ഇതിനകത്ത് ഈ അമിതാർത്തവം എന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള, അതായത് യോനി രോഗങ്ങളുടെ ഉപദ്രവമായിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് അശ്രദ്ധരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ രക്തയോനി വൺ അമംഗ് ദ യോനി രോഗ ആയിട്ട് ഈ ഒരു രക്തയോനിയെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്. Here, there is any deviation from normal frequency. It may be from 21 to 35 is the normal frequency. The duration 3 to 7 days. The amount of menstruation will be 30 to 80 ml in women in reproductive age group. So any deviation from this and heavy bleeding may termed as the abnormal uterine bleeding. Here, the incidence will be 20%. കാരണം നമുക്കറിയാം ഗൈനക് OP-യിൽ വരുന്ന ഒരുപാട് കേസസ് ഈ ഒരു abnormal uterine bleeding ഉള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ അപ്പൊ നേരത്തെ പറഞ്ഞു രക്തയോനി എന്നുള്ളതിൽ തന്നെ അതിശ്രുത എന്ന് പറയുന്ന രീതിയിൽ പൈത്തികി ഭൂരിയാർത്ഥവമായി പൈത്തിക അശ്രദ്ധര, അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരാം. നെക്സ്റ്റ്. ഈ ഒരു ഹെവി ബ്ലീഡിംഗ് പ്രസന്റേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അസസ്മെന്റ് ആയിട്ട് ചെയ്യാനുള്ളത്? അതിൽ തന്നെ ലോങ് ഡ്യൂറേഷൻ ഓഫ് ഫ്ലോ, ദെൻ പാലർ, പാസിംഗ് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ്, എത്ര പാഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സാനിറ്ററി പാഡ്സ്, and then presence of anemia. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ അസസ് ചെയ്യാം. നെക്സ്റ്റ്. ഹിയർ ഒരുപാട് റീസൺസ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഒരു DUB എന്നുള്ളതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ യൂട്രൻ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് റീസൺസ് കാണുന്നുണ്ട്. അത് തന്നെ ഫൈബ്രോയിഡ് യൂട്രസ്, ഓർഗാനിക് റീസൺസ്, അഡനോമയോസിസ്, IUCD, ഈവൻ PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരെ ഓർഗാനിക് ആയിട്ടുള്ള റീസൺസ്. ദെൻ ലിവർ ഫംഗ്ഷൻ, സിവിയർ ഹൈപ്പർ ടെൻഷൻ എല്ലാം ഇതിനൊരു റീസൺ ആവുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, അതിന് നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടത് IUCD ഇൻ യൂട്രോ സത്യത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും പേഷ്യന്റ് നമ്മളോട് കൺവേ ചെയ്തോളണമെന്നില്ല പേഷ്യന്റ് IUCD യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ഇതിനകത്ത് ചെയ്യേണ്ടത്? സാധാരണ രീതിയിൽ ആ ഒരു കാര്യം കൂടെ നമ്മളൊരു ലീഡിംഗ് ക്വസ്റ്റൻ ആയിട്ട് ഇട്ട് കൊടുത്തേ പറ്റൂ. കാരണം ഈവൻ കോപ്പർട്ടി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഹെവി ബ്ലീഡിംഗ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇഫ് ദ പേഷ്യന്റ് ഈസ് യൂസിങ് കോപ്പർട്ടി ആൻഡ് ഹെവി ബ്ലീഡിംഗ് ഈസ് പ്രസന്റേഷൻ, then we have to enquire about it. Then ഈ IUCD റിമൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവരുടെ ബാക്കി നമ്മൾ എന്ത് മെഡിസിൻസ് കൊടുത്തിട്ടും അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാറില്ല. ദെൻ സിസ്റ്റമിക് റീസൺസ് അല്ലെ, നമ്മൾ എല്ലാ സമയത്തും TFT അല്ലെ, തൈറോയ്ഡ് ഫങ്ഷൻസ് എല്ലാം അസസ് ചെയ്യാറുണ്ട്. പക്ഷേ സിസ്റ്റമിക് ആയിട്ടുള്ള ലിവർ ഡിസ്ഫങ്ഷൻ ഇമ്പോർട്ടന്റ് റീസൺ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ OP-യിൽ വരുന്ന പല കേസുകളിലും ലിവർ ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ദെൻ സിവിയർ ഹൈപ്പർ ടെൻഷൻ, ഒരു പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ് എല്ലാം ഉള്ള ആളുകളിൽ ദെൻ സിവിയർ ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നമ്മളത് കൃത്യമായിട്ട് അസസ് ചെയ്യാറില്ല. നെക്സ്റ്റ്. ദെൻ എൻഡോക്രൈനൽ, ഹിയർ ദിസ് hyperthyroidism ഇതെല്ലാം ഒരു റീസൺ ആയിട്ട് കാണാറുണ്ട്. ദെൻ ഇമോഷണൽ അപ്സെറ്റ്, ഹോർമോണൽ തെറാപ്പി ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്നതാണ് വിഡ്രോവൽ ബ്ലീഡിംഗ് ആയിട്ടും ഒക്കെ തന്നെ. ദെൻ SLE പോലെ ഓട്ടോഇമ്യൂൺ ഡിസീസസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റസ് പോലെ ഉണ്ടാവുന്ന കണ്ടീഷൻസിലെല്ലാം തന്നെ ഒരു പ്രസന്റേഷൻ ഹെവി ബ്ലീഡിംഗ് ആയി കാണാറുണ്ട്. നെക്സ്റ്റ്. ഇനി നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാം നേരത്തെ പറഞ്ഞ പോലെയാണ്. HB നോക്കാറുണ്ട് അല്ലെ, TFT നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് പ്രഗ്നൻസി ടെസ്റ്റ്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കേസ് പോലെ ഒരു എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് വി ഹാവ് ടു റൂൾ ഔട്ട്.
Then blood test, ACT, BT, prothrombin time, platelet time, അതെല്ലാം നോക്കേണ്ടതാണ്. TFT, thyroid variations mostly നമ്മൾ നോക്കാറുണ്ട്. Then LFT, അല്ലെ, liver function test വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then pap smear, we have to go through pap smear. USG മിക്കവാറും തന്നെ ഉണ്ട് അല്ലെ. DNC ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ടും അവർ യൂസ് ചെയ്ത് വരുന്നുണ്ട് ഭാഗങ്ങളിൽ. കാരണം ഈ DNC ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പല കേസുകളിലും ബയോപ്സി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇവിടെ ഇപ്പൊ നമുക്കതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുന്ന ചില കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അതായത് ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്ലേറ്റ്ലെറ്റ് എല്ലാം അസസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമുക്ക് റോൾ ഔട്ട് ചെയ്യാം. ദെൻ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ കൊണ്ടുള്ളത്, തൈറോയിഡ് പ്രൊഫൈൽ നോക്കിയാൽ അത് അറിയാൻ പറ്റും. PCOS അല്ലെ, PCOS ഒരു പ്രധാന റീസൺസ് ആയിട്ട് ഒരു ഹെവി ബ്ലീഡിംഗ് നമ്മൾ കണ്ടുവരുന്നതാണ്. അത് നമുക്ക് USG, അതർ അപ്പിയറൻസ് മൈക്രോട്ടം ക്രൈറ്റീരിയ, ചില കാര്യങ്ങളുണ്ട്. Then ectopic pregnancy, പറഞ്ഞതുപോലെ urine pregnancy test, then USG is the we can rule out. Then fibroid uterus, we know from USG itself, endometriosis or adenomyosis, and then okay, endometrial CA. Okay, sound clarity കുറഞ്ഞിട്ടുണ്ടോ? ഹലോ, സൗണ്ടിന് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസം. ഓക്കെ ഓക്കെ, ഞാൻ ഇയർഫോൺ ഒന്ന് മാറ്റാം. ഹലോ, ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഇതിലെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഒന്നുകൂടി പോവാം. ഹിയർസ് ദ ഇമ്പോർട്ടന്റ് വൺ ഇസ് ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ബിക്കോസ് ഇൻ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് ദിസ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ലൈക്ക് we have to evaluate this BT, CT and platelet etc. Then thyroid dysfunction, here we can analyze with the thyroid profile. Then PCOS, from the adolescent and reproductive age group itself, PCOS is very common. So we can rule out from Rotterdam criteria and then USG, then physical appearances, symptoms, etc. So many methods are there. Then ectopic pregnancy. This is especially coming under the reproductive age group. We have to rule out through UPT, urine pregnancy card test, and then USG is the next one. Then fibroid uterus, endometriosis and adenomyosis is coming under the reproductive age group and coming to the late perimenopausal age group itself. Then endometrial CA, endometrial carcinoma or adenocarcinoma is also one of the important reason for abnormal uterine bleeding. Here we can confirm by the DNC and also by using the biopsy methods. Next slide. Then contact bleeding. Here we know the contact bleeding or post-coital bleeding is one of the symptoms of the CS cervix. Here mucus polyp of the cervix, then vascular erosion of the cervix. ഇതെല്ലാം വരുമ്പോഴും contact bleeding one among the reason. Next. Then coming to also, there are so many different varieties of abnormal presentations of bleedings are there. So we can consider all together in the term of asriddhara. We know the excessive excretion of the blood is termed as the asriddhara. Then angamarda atipravarti and daurgandhya is the if it is heavy bleeding, there may be angamarda atipravarti of bleeding and the daurgandhya is there. Then next sa angamardam savedana, same itself. Then the presentations like rectoyonia, asrik adisrude. So here the all type of abnormal uterine bleeding is becoming under this heading of the asriddhara and rectoyoni other diseases. Next, here different presentations we can consider. Heavy bleeding with regular cycles, it may be due to the pitta predominant condition. Then heavy bleeding with short cycles, here also pitta along with vata pitta predominant. Then heavy bleeding with irregular cycles, it may be due to the sama pitta. Then scanty bleeding, bleeding is very less, it may be due to dadakshaya and it also vata pittaja. Then scanty, prolonged, clotted bleeding, it may be due to the kabaja predominant. Next, here coming to nidana, what are the nidanas of the asriddhara or heavy uterine bleeding? Then
നമുക്കറിയാം ഈ ഒരു ശ്ലോകത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് യ അത്യർത്ഥം സേവതേ നാരി ലവണ അമ്ല ഗുരൂണിച്ച കടൂന്യത വിദാഹീനി സ്നിഗ്ധാനി പിശിതാനി ച ഗ്രാമ്യ ഔദഗാനി മേധ്യാനി കൃഷരാം പായസം ദതി സുപ്തമസ്തു സുരാദീനി ഭജന്ത്യഃ കുപിതോ അനിലഃ രക്തം പ്രമാണമുത്കമ്യ ഗർഭാശയ ഗതസിര തസ്മാത് അസൃപ്തരം പ്രാഹു. ഇവിടെ ലവണ അമ്ല കടു എല്ലാം തന്നെ രക്തപിത്തകരമായിട്ടുള്ളതാണ്. കടു വാതപിത്തം, ഗുരു വിദാഹി സ്നിഗ്ധ ഇതെല്ലാം തന്നെ ഇതിന്റെ ഒരു അസൃപ്തരത്തിന് നിദാനമായിട്ടാണ് പറയുന്നത്. ഒപ്പം വിരുദ്ധശന, അധ്യശന, അജീർണ. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിനകത്ത് ഒരു ദോഷ പ്രിഡോമിനൻസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ വാതദോഷത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അപാനവാദം മാത്രം നിഷ്ക്രമണത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും ഒപ്പം വ്യാനവാദ ആൻഡ് സമാനവാദ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. പിത്ത, പാചക പിത്ത ആൻഡ് രഞ്ജക പിത്ത, കപ, ക്ലേദക കപ, ദൂഷ്യ, രസ ആൻഡ് രക്ത. Then next, Agni, maybe Jadaragni may be influenced. Then Srotas, Artavavaha, Rasavaha, and Rektavaha, Srotodushti may be associated with this abnormal uterine bleeding. Then Srotodushti, Atipravarti, and also Vimarga Gamana. Next slide. Then while analyzing these etiological factors or Nidana of the Asridhara, here the Shukta, Dhadi, Mastu, Sura, everything we know, Ushnavirya and Pittavardaka. Lavana, Amla, Kadurasa also we know. Then Guru, Snigdha, Adhyashana, Viruddhashana, which causes the Rasavaha Srotodushti. Vidahi, Snigdha Ahara, it causing Raktavaha Srotodushti. Kadu, Ruksha, Guru is having Apanavadodushti. So here we can consider that these factors like the Nidana, whatever the factors which are described in Nidana, that may leads to the leading to the Samprapti and also causes the Garbhashaya, that will influences the Garbhashaya Gadasira and may causes the local pelvic congestion, and that may lead to the abnormal uterine bleeding or heavy uterine bleeding. Next. Here, Viharas are also explained by, I think in Madhav Nidana, Viruddha Madhya Madhyashana Ajirnad, Garbhaprabhadat Adimaidunacha, Yana Adva Shoga Adikarshanacha, Bhara Abhighadat, Shayanam Divacha. Here, this Garbhabhata, like abortion, Yana Gamana, excessive traveling, Atikarshana. Here we consider that Atikarshana or the excessive emaciation is also one of the reasons for this abnormal uterine bleeding. Then Abhighata, trauma, Adhimaiduna. Here this excessive coitus, especially while we are taking the history of so many patients, we can reveal that this Adhimaiduna is one of the reason we can find out from, especially during the bleeding days itself. If the couple are not together, if they are coming in different days, but they are not looking if it is bleeding or not. So many cases we can reveal that. Then Advagamana, excessive walking. Then Bhara, we know carrying the heavy loads. So many patients are telling that while taking the heavy load itself, the next bleeding is come to very easily. Then Divasapna, what may be the reason for Divasapna to cause the excessive bleeding? Here, Divasapna is one of the reason for the residuity also. So I think that may be the important reason. Then Shoga, the psychological factors. We know the control of this bleeding is also coming from this hypothalamus, pituitary and ovarian axis. So itself, here this Shoga, which causes the hormonal imbalances and other that may also lead to this heavy bleeding or abnormal uterine bleeding. Next. Here, so what are the treatment principles behind the means to deal with the Asridhara or the heavy bleeding? Here, Nidana Parivarjana and assurance is the important thing. So we have to accept Rekta Pittagara, Rekta Adhisara treatment, Rekta Arshu treatment for this in the line of management. Then Yoni Vyapat Chikitsa, Rekta Stambhano Bayas are there. So what's our main aim? First of all, to arrest bleeding. Second is to improve HB, hemoglobin status, and to prevent episodes. So we know if one patient is coming with DUB, we have to stop the bleeding, but also our aim to get the next bleeding in a regular pattern and also prevent the episodes of heavy bleeding on next time. Next slide. So what are the treatment principles? So we have to apply. We know in most of the cases we are doing what? Stambhana. Stambhana is the first choice of our treatment. But we have to consider not only Stambhana, but we have to consider this Kledagara, Sankrahana, if it is needed Anulomana, then if it is needed Garbhashaya Shodhana,
Kledahara, Samgrahana, etc. are the line of treatment. Especially we have to note that Amavaste Natu Stambhed. Karanam ഇതിനകത്ത് തന്നെ if the patient is coming with Amavasta, വരുമ്പോൾ കാണുന്നത് next day if we are giving the Pushanika Churna, then Musligadhyadi Kashaya, etc. we are giving, the bleeding is to be stopped. But on the next time, what's happening? Within 2 or 3 days, the patient coming back with us, there is a feeling of amatwa, aruji, then a feverish feeling will be there. Then again, the patient will say that it's better to do continue the bleeding. Severe discomfort will happening to that patient if we are doing in stambana in Amavasta. Next slide. Here, we can adopt the treatment principle from Atisara itself. Suppose here during the heavy bleeding, especially if it is an Amavasta or Ama Adisara, Prayojam Natu Sangrahi Purva Mama Adisarini, Abhija Atmana Gurita Shula Adisara Karani, Pranada Dosha Vibhate Sampravatini. Here, Pranada Haritigi should be used to get rid of the heavy or Adisara promoter in the Polpane. Here we have to do in bleeding case also. Next. So the treatment principles we can, the first one is the Anulomana. Here this Gandharva Hastadi Kashaya, then Chirivilladi Kashaya, Vaishwandana Churna, etc. If needed, we have to add. Next slide. Here the Garbhashaya Shodhana. Garbhashaya Shodhana is an emergency when the patient is coming with any means abortion. If it a history of abortion, we can clear the uterus or the endometrial lining by using this Pulikuramba, Pulilehya, Saubhagya Shundi, or Drona Pushpi or Tumba in Karipeti Chakra, or means Tandalodaka is also good choice to shed the endometrial thickening. Then Saptasara Kashaya, Palashata Kashaya, etc. is also good Garbhashaya Shodhana drugs. Next, because such conditions we have not go to this Stambhana. Then Kledahara, here the Padola Kadarohinyadi Kashaya, Trayan Vyadi, Guluchadi Kashaya, Tiktaga, Mahatiktaka, Vasha Guluchadi. ശരിക്കും ഒരു ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻസിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഗ്രഹണ തിക്തരസമുള്ള സംഗ്രഹണ ഡ്രഗ്സ്, എസ്പെഷ്യലി മുസ്ലിഗദ്രാദിയൊക്കെ പോലെയുള്ള സ്തംഭനത്തെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഒരു ക്ലിനിക്കലി നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഗുളുച്ചാതി കഷായ, തിക്തക, മഹാതിക്തക, വശ ഗുളുച്ചാതി തുടങ്ങിയ മെഡിസിൻസ്. നെക്സ്റ്റ് സ്തംഭന. നെക്സ്റ്റ് ചോയ്സ് ആണ് ശരിക്കും സ്തംഭന വരുന്നത്. ഇഫ് ദർ ഈസ് നോ ആമക്ക, then we can select the Stambhana on the first stage itself, like Musaligadradi Kashaya, Shadaviryadi, Pushyanika Churna, Ashoka Churna. Ashokate കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ജനീൻ അശോകം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അശോകത്തൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, ദെൻ കുറെ സിംഗിൾ ഡ്രഗ്സ് പ്രാക്ടീസിൽ ഉപയോഗിക്കാവുന്ന കുറെ സാധനങ്ങളുണ്ട്. അമൃതസത്വം, മുക്കുറ്റി സമൂലമായിട്ട് യൂസ് ചെയ്യുന്നത്, വാശാസരസം, ധാത്രി സരസം, ഇതെല്ലാം തന്നെ സിംഗിൾ ഡ്രഗ്സ് ആയിട്ട് വി ക്യാൻ യൂസ്. നെക്സ്റ്റ് സ്ലൈഡ്. പുഷ്യാനിക ടാബ്ലറ്റ് ഓർ പുഷ്യാനിക ചൂർണം. പുഷ്യാനിക ടാബ്ലറ്റിനേക്കാൾ കൂടുതൽ ചൂർണമാണെങ്കിലും അതാണെങ്കിലും തണ്ടുലോദകം പ്ലസ് ഹണിയാണ് ഏറ്റവും നല്ലൊരു മീഡിയം. ദെൻ പ്രതരരിപുരസ, പ്രതരാന്തകരസ, ധാത്രി ലോഹ, ചന്ദ്രകലാരസ എക്സെട്ര ഇസ് ഓൾസോ ഗുഡ്. നെക്സ്റ്റ്, അരിഷ്ടങ്ങൾ സാധാരണ ബ്ലീഡിംഗ് ഫേസിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല. ഒരു ബ്ലീഡിംഗ് കുറച്ചുകൂടി തീക്ഷ്ണ ഗുണമുള്ളത് കൊണ്ട് തന്നെ ബ്ലീഡിംഗ് ഒന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എപ്പിസോഡ്സിന്റെ മുമ്പായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അശോക, ദ്രാക്ഷ, ചന്ദനാസഭ, ശാരിബാദ്യാസഭ എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. നെക്സ്റ്റ്, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉള്ള സമയത്ത് സാധാരണ വിരേചനം ഒരു പിത്തശമനം എന്നുള്ള രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ആണ്. പക്ഷെ എങ്കിലും ഒരു പിത്ത പ്രഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻസിൽ മാത്രം വിരേചനത്തിന് ഗുണം കിട്ടാറുണ്ട് യൂസിങ് അൽബത്തി ചൂർണ എക്സെട്ര. സ്നേഹവസ്തി, അതുപോലെ തന്നെ വസ്തി പ്രിപ്പറേഷൻസ് ലൈക്ക് നാൽപ്പാമര ക്ഷീര കഷായ, യഷ്ടിമധു ചൂർണ ഇട്ടിട്ടുള്ള ക്ഷീരവസ്തികളെല്ലാം തന്നെ ഒരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുമെങ്കിലും പക്ഷെ അതിന്റെ എപ്പിസോഡ്സ് കുറയ്ക്കാൻ ഒരിക്കലും സഹായിക്കാറില്ല. നെക്സ്റ്റ്, ഇഫ് ദർ ഇസ് ഡിക്രീസ്ഡ് കപ്പ, അഗ്നിദീപ്തി, വാതാധിക കണ്ടീഷൻസ് ഒരു വാതപിത്ത, ദെൻ വി ക്യാൻ യൂസ് ക്ഷീര കഷായ അല്ലെങ്കിൽ പൽക്കഷായങ്ങൾ ഈ ഒരു രീതിയിൽ നല്ല ഗുണം കിട്ടാറുണ്ട്. നെക്സ്റ്റ്, അത് തന്നെ അശോകവൽക്കല ക്ഷീരം, അത് കൺഫേംഡ് ആയിരിക്കണം. സ്ഥിരാമൂലം, ഹ്രസ്വപഞ്ചമൂലം, ബലാശതാവരി എക്സെട്ര ആർ വെരി ഹെൽപ്ഫുൾ ഇൻ ദി ടു അറസ്റ്റ് ബ്ലീഡിംഗ് ആൻഡ് ഓൾസോ ടു റെഗുലേറ്റ് ദ മെൻസ്ട്രൽ സൈക്കിൾ.
നെക്സ്റ്റ് ദെൻ ശതാവരി ഗുള, കുടജാവലേഖ, ദെൻ തെങ്ങിൻ പൂക്കുല പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ പലപ്പോഴും ഇതിൽ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഘൃതങ്ങള്, വൃഷഘൃതം, ഡാഡിമാതി ഘൃതം, തിക്തക ഘൃതം, ഫലസർപ്പിസ്, അശോക ഘൃതം, ധാത്ര്യാദി ഘൃതം, അത് കണ്ടീഷൻസ് വെച്ച് പറയാം. നെക്സ്റ്റ് ബാഹ്യപ്രയോഗങ്ങൾ പലതും പല രീതിയിലും പറയാറുണ്ട്. ഈവൻ തളം വരെ സാധാരണ രീതിയിൽ ഒരു HPO ആക്സിസിനെ കൺട്രോൾ ചെയ്യാനോ അതുപോലെ ആ ഒരു പിത്തശമനത്തിന് വേണ്ടിയോ ക്ഷീരബല പോലെയുള്ള തളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നസ്യത്തിന് റോൾ ഉണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും ചിലപ്പോൾ അക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ സഹായിക്കാറില്ല. എങ്കിലും ചില കണ്ടീഷൻസിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. നെക്സ്റ്റ് ഇനി അതിന്റെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് അശ്രദ്ധരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വി ക്യാൻ സി ദാറ്റ് പിത്തജ അശ്രദ്ധര 4 തരത്തിലാണ് അശ്രദ്ധരത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വാതിക അശ്രദ്ധര, പിത്തജ അശ്രദ്ധര, കപജ അശ്രദ്ധര ആൻഡ് ഓൾസോ ത്രിദോഷജ അശ്രദ്ധര, സന്നിപാതിക അശ്രദ്ധര. ഇവിടെ പിത്തജ അശ്രദ്ധര എന്നുള്ളത് അതിന്റെ ഒരു നിദാനം പറയുന്നത് അമ്ല ഉഷ്ണ ലവണ ക്ഷാര സേവന. It is increases with the amla, ushna, lavana and chara. Then the color of the blood is to be described as neela, pita, atyushna rakta. And then nidanta raktam sravati. Nidanta rakta sravati എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ OP ലെവലിൽ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ ബ്ലീഡിങ് പൈപ്പ് തുറന്നിട്ട പോലെ അല്ലെ പേഷ്യൻസ് പലപ്പോഴും പറയുന്ന ഒരു ടേം ആണ് അത്. ശരിക്കും പൈപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ ബ്ലീഡിങ് പോകുന്നത് ലൈക്ക് ദാറ്റ് നിതാന്ത രക്തസ്രവതിയാണ് പൈത്തിക അശ്രദ്ധരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ദാഹ, രാഗ, ജ്വര, ഭ്രമ ആൻഡ് അരതി അല്ലെ. പലപ്പോഴും കുറച്ച് ദിവസം ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഭ്രമ ഒരു എന്താ പറയുന്നത് ഗിഡിനെസ് പോലെയൊക്കെ സംഭവിക്കുന്നത്. ഇറ്റ് മേ ബി ഡ്യൂ ടു ദിസ് ഹെവി ബ്ലീഡിംഗ് ഡ്യൂ ടു പിത്തജ അശ്രദ്ധര. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഇവിടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബ്ലീഡിംഗ് പാറ്റേൺ, ഇപ്പോൾ മെനോറാജിയയുടെ പ്രസന്റേഷൻ എങ്ങനെയാണ്, മെനോമെട്രാജിയ, എപ്പിമെനോറിയ, ഇതിനൊക്കെ തന്നെ ഏകദേശം ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പലതിനെ ഉൾപ്പെടുത്താം. മെനോറാജിയ പറയുമ്പോൾ റെഗുലർ പ്രൊലോങ്ഡ് ആൻഡ് എക്സസീവ് ബ്ലീഡിംഗ് ആണ്. സോ ഹിയർ ദ ഗർഭാശയ ഈസ് പിത്ത, ഉഷ്ണ ആൻഡ് ഓൾസോ വിത്ത് തീക്ഷ്ണ. ദെൻ മെനോമെട്രാജിയ സെയിം വിത്ത് ഇറഗുലർ സൈക്കിൾസ്. ദെൻ എപ്പിമെനോറാജിയ റെഡ്യൂസ്ഡ് സൈക്കിൾസ്. ഇറ്റ് മേ ബി ഡ്യൂ ടു വാത, പിത്ത. ഹിയർ ഉഷ്ണ, ലഘു, തീക്ഷ്ണ ആഹാര കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ്. ദെൻ അതിനൊപ്പം തന്നെ ചരകാചാര്യൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അസൃജ യോനി വ്യാപത്ത്. ഹിയർ രക്തപിത്തകരേർ നാര്യ രക്തം പിത്തേന ദൂഷിതം ലബ്ധഗർഭേ അഭിസാസൃജ. ശരിക്കും അതൊരു ഇൻഫെർട്ടിലിറ്റി, ഹെവി ബ്ലീഡിംഗ് ഡ്യൂ ടു ഇൻഫെർട്ടിലിറ്റി വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ലൂട്ടിയൽ ഫേസ് ഡിഫക്ട് അഥവാ കോർപ്പസ് ലൂട്ടിയൽ ഇൻസഫിഷ്യൻസി അല്ലെ. ഇഫ് ഇറ്റ് ഈസ് ഓവുലേഷൻ മേ ബി ദർ, ഓവുലേഷൻ ഉണ്ടെങ്കിലും കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നോർമലി 14 days ആണ്. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാതെ, സാധാരണ രീതിയിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോൺ സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ സമയത്ത് ഉണ്ടാവുന്ന ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ അതിനകത്ത് ഹെവി ബ്ലീഡിംഗ് എന്നുള്ളതിനേക്കാൾ സൈക്കിൾ മേ ബി ഷോർട്ടൻ ടു 19 days ഓർ below 21 days, 18 days, 19 days may be there in case of epimenorrhea. Then same presentations we can see in the Asarja Yoni Vyapatha. If there is ovulation and if there is fertilization may be there, but implantation is failure in such conditions. Next. Then our line of treatment in the bleeding phase we can arrest with Shatavariyadi Kashaya or Musligadradi Kashaya, etc. Then after bleeding stopped, we can the next episode correct Shadavariyadi Gruda, Vidariyadi Gruda, Ashoga Chida Paka, and a line of treatment accept. Next slide. Here a case, complaint of case of primary infertility. 26 years lady, presented married since 5 years is there. അവരുടെ മെൻസ്ട്രൽ പാറ്റേൺ എന്ന് പറയുന്നത് 19 to 21 day cycles ആയിരുന്നു. ഹിയർ എന്ത് സംഭവിക്കുന്നു, നോർമൽ ഓവുലേഷൻ ചെക്ക് ചെയ്യുമ്പോൾ USG നോക്കുമ്പോൾ ഓവുലേഷൻ വാസ് ദർ, ബട്ട് ഫെർട്ടിലൈസേഷൻ മേ ബി ദർ, ബട്ട് ദ ഇംപ്ലാന്റേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് പ്രോപ്പർലി. സോ ആ കേസിൽ ചെയ്തത് ആഫ്റ്റർ ഗെറ്റിംഗ് അഗ്നിദീപ്തി, ദെൻ ലൈക്ക് ഗ്ലൂച്ചിയാദി കഷായം ഒക്കെ ആദ്യം കൊടുത്ത് ചന്ദ്രപ്രഭ ഗുളിക ഗ്ലൂച്ചിയാദി കഷായം ഈ ലെവലിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ദെൻ ശതാവരിയാദി ഘൃതമാണ് ഇമ്പോർട്ടന്റ് ഡ്രഗ് ആയിട്ട് അത് സെലക്ട് ചെയ്തത്. ശതാവരിയാദി ഘൃതം കൊണ്ട് തന്നെ ദെൻ സ്നേഹപാനത്തിന് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു ശതാവരിയാദി ഘൃതം യൂസ് ചെയ്യുകയും അവിപത്തി ചൂർണം വെച്ച് വിരേചനം ചെയ്തു. ക്ഷീരവസ്തി ദെൻ പിജോർ മഹാനാരായണ തൈലം വെച്ച് ഉത്തരവസ്തി ചെയ്തു. ഇതിലെല്ലാം തന്നെ ഒരു വാദപിത്ത ശമന ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ശോധന തെറാപ്പി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഗ്ലൂച്ചിയാദി പാനകം ദെൻ ശതാവരിയാദി ഘൃതമാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു വിത്തിൻ 5 to 6 months പേഷ്യന്റിന്റെ പീരീഡ് റെഗുലർ ആവുകയും
അവര് കൺസീവ് ചെയ്യുകയും ചെയ്തു ഈ ഒരു ട്രീറ്റ്മെന്റിൽ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു 90 to 21 ഡേ സൈക്കിൾസ് ആയിരുന്നു. റെഗുലർ ആയിട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അതില് കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഒരു പ്രോബ്ലം ആയിട്ടും ഒരു വാതപിത്ത ശമനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തത്. നെക്സ്റ്റ് ശരിക്കും അതൊരു പ്രസന്റേഷൻ ഓഫ് എപ്പിമെനോറിയ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്. Hello, doctor. Screen sharing. Hello. Hello, Sabin. ഹലോ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ആ ഒരു കേസ് പറഞ്ഞു വന്നത്, അതായത് ഒരു എന്താണ് അവരുടെ ബ്ലീഡിംഗ് പ്രസന്റേഷൻ എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു ഡ്രഗ് ഓഫ് ചോയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഒരു കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് 21 to 35 എന്നുള്ളതിന് പകരം റെഗുലർ സൈക്കിൾസ് ആയിട്ട് ഒരു 18 to 19 ഡേയ്സിലാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അവിടെയും ശരിക്ക് കൊടുത്ത മെഡിസിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഒരു ശതാവര്യാദി ഘൃതത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്, എസ്പെഷ്യലി ശതാവര്യാദി ഘൃതം എന്ന് പറയുമ്പോൾ വാതപിത്ത ശമനമാണ്, പ്രതരം, അസൃജ പോലെ ഉണ്ടാവുന്ന. നെക്സ്റ്റ് സ്ലൈഡ് ഇട്ടോളൂ ഡോക്ടറെ. അസൃജ, ദെൻ ഹാബിച്വൽ അബോർഷൻസിൽ എസ്പെഷ്യലി ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് മാസ്റ്റാൾജിയ, അതായത് സാധാരണ രീതിയിൽ ഒരു പീരീഡ്സിന്റെ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്ന കണ്ടീഷൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റിയിൽ വരുന്നതിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ശതാവര്യാദി ഘൃതം. നെക്സ്റ്റ്. ഓക്കെ. ഈ ഒരു സാഹചര്യത്തിൽ ജസ്റ്റ് ഒരു ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പസ് ലൂട്ടിയത്തിന് ഒരു സ്ട്രെങ്തൻ കൊടുക്കുന്ന മെഡിസിൻസ് കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഫലസർപ്പിസ് ശരിക്കും ആ ഒരു ആക്ഷൻ ഉള്ളതാണ്. ദെൻ നെക്സ്റ്റ് ശതാവര്യാദി ഘൃത, ഡാഡിമാദി ഘൃത, ലക്ഷ്മണമൂലം, ക്ഷീരപാക, പേരാൽമുട്ട, പുഷ്യാനകചൂർണം വളരെ ചെറിയ അളവിൽ ആഡ് ചെയ്യുന്നത്, ദെൻ ക്ഷീരബല 101 ആവർത്തിച്ചത്. ഇതെല്ലാം തന്നെ ഒരു ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ജസ്റ്റ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഒരു കേസ് PCOS അസോസിയേറ്റഡ് വിത്ത് SLE. ഇവിടെ ഈ ഒരു കേസ് എടുക്കാനുള്ള ഒരു കാരണം ഇവരുടെയും തന്നെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് 5 days ബ്ലീഡിംഗ്, നെക്സ്റ്റ് വിൽ ബി വിത്ത് ഇന്റർവൽ ഓഫ് 18 days. അത് 18 ദിവസം ആകുമ്പോഴത്തേക്കും ഇവർക്ക് ബ്ലീഡിംഗ് വരുന്നു വിത്ത് 5 days. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, മാരീഡ് സിൻസ് 3 years. അവരുടെ ഒരു പ്രധാന പ്രസന്റേഷൻസ് എന്ന് പറയുന്നത് ജോയിന്റ് പെയിൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ദെൻ ബട്ടർഫ്ലൈ റാഷസ് എല്ലാം ഉണ്ടായിരുന്നു. ഷീസ് അണ്ടർ മോഡേൺ ട്രീറ്റ്മെന്റിൽ ഈ ബട്ടർഫ്ലൈ റാഷസ്, ദെൻ മൗത്ത് അൾസേഴ്സ്, ജോയിന്റ് പെയിൻ എല്ലാം ഏകദേശം തന്നെ ഒന്ന് റിലേറ്റഡ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന പേഷ്യന്റ് ഒപിയിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 സിംറ്റംസ് ആയിരുന്നു. ഒന്ന് വജൈനൽ അൾസറേഷൻസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ഹോൾ ബോഡി ബേണിംഗ് സെൻസേഷൻ. ശരിക്കും പേഷ്യന്റ് ഭാഷയിൽ പറയുകയാണെങ്കിൽ മുളക് അരച്ച് തേച്ചതുപോലെ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ശരിക്കും ഒപ്പിന്ന് ആദ്യത്തെ സമയത്ത് കൊടുത്ത മെഡിസിൻസ് മഞ്ചിഷ്ടാദി കഷായ, ഷഡ്ധർണൻ ടാബ്ലറ്റ്, ദെൻ ഫോർ ലോക്കൽ വൂണ്ട് ഹീലിംഗിന് വേണ്ടി ദെൻ ത്രിബല ചാളനം അല്ല ത്രിബല അവഗാഹം, and also in the applications of the Shadadauda Grida or I think Jatyadi Grida. Shadadauda Grida is also a good choice. To that patient, Jatyadi Grida is to be applied. Next slide. Then coming to the after getting to the Sabundakon healer, then started with the Vicharana Snehapana with Tiktaka Grida. ഇവിടെ തിക്തകൃത സെലക്ട് ചെയ്യാനുള്ള കാരണം ആ ഒരു പിത്തശമനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബേണിംഗ് സെൻസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയായിരുന്നു തിക്തകൃത സെലക്ട് ചെയ്തത്. ദെൻ വിരേചന ഡൺ വിത്ത് അവിപത്തി ചൂർണ. നെക്സ്റ്റ് ഓൺ ദ നെക്സ്റ്റ് സൈക്കിൾ ഡൺ ക്ഷീരവസ്തി സെലക്ട് ചെയ്തത് ഗുളൂച്ചാദി കഷായം, ഗുളൂച്ചാദിയുടെ സൂക്ഷ്മചൂർണം വെച്ച് പിന്നെ അത് കൽക്കമായിട്ടും എഷ്ടി മധു ക്ഷീരഭാഗമായിട്ടുമാണ്. കൽക്കം ഹലോ മാം. ഹലോ മാം, ഓഡിയോ പോയിട്ടുണ്ട്, കട്ടായിട്ടുണ്ടെന്ന്. ഇല്ല, ഓഡിയോ ക്ലിയർ അല്ല.
ഓഡിയോ കുറവാണ് മാം. ഹലോ, ഓഡിയോ കുറവാണ് മാം. ക്ലിയർ അല്ല, ഓഡിയോ കുറവാണ്. ഹലോ അസ്മാബി, ഓഡിയോ വളരെ ഫീബിൾ ആണ് കേട്ടോ. സർ കേൾക്കുന്നില്ല. ഒന്ന് റീകണക്ട് ചെയ്യാൻ പറഞ്ഞാലും മതി. ചിലപ്പോൾ എന്തെങ്കിലും ലൂസ് ആവുന്നതായിരിക്കും. പിള്ളേർ വല്ലതും വന്ന് പിടിച്ച് വലിച്ചാലും മതിയല്ലോ. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയറാ. ക്ലിയർ ആണ് മാം. ഓക്കെ. ഇവിടെ ഈ ഒരു കേസിൽ സെലക്ട് ചെയ്തത് അതിനൊരു പ്രീവിയസ് സ്ലൈഡ് ഒന്നുകൂടി എടുത്തോളൂ. പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, ഇതൊരു കേസ് PCOS വിത്ത് SLE. ഇവിടെ ഒരു പേഷ്യന്റ് വിത്ത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, മാരീഡ് സിൻസ് 3 years ആയിട്ടുള്ള ഒരു കേസാണ്. ഈ ഒരു കേസ് ഇവിടെ പറയാനുള്ള കാരണം അവരുടെ സൈക്കിൾസ് എന്ന് പറയുന്നത് 5 days വിത്ത് ആൻ ഇന്റർവൽ ഓഫ് 18 days. 18 days ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് സൈക്കിൾ വരുന്നു. ദെൻ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു, നേരത്തെ മൗത്ത് അൾസേഴ്സ്, ദെൻ ബട്ടർഫ്ലൈ റാഷസ് വാസ് ദർ, ബട്ട് ഇറ്റ് വാസ് ക്യൂർഡ് ബൈ മോഡേൺ മെഡിസിൻ. When the patient is coming to OP, the symptoms are vaginal ulcerations and severe burning sensation. പേഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാല് മുളക് അരച്ച് തേച്ചതുപോലെ ഉണ്ടാവുന്ന ഒരു ബേണിംഗ് സെൻസേഷൻ ആയിരുന്നു. ദെൻ ഇന്റേണൽ മെഡിസിൻസ് ആയിട്ട് മഞ്ചിഷ്ടാദി കഷായ, ഷഡ്ദർണ ടാബ്ലറ്റ് ഫസ്റ്റ് ഇതിൽ കൊടുത്തു. ദെൻ നെക്സ്റ്റ് ത്രിബല ക്ഷാളനം ആൻഡ് ത്രിബല അവഗാഹ സ്വേദ, ദെൻ ജാത്യാധികൃത ആപ്ലിക്കേഷൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വൂണ്ട് ഹീൽ ചെയ്ത് തുടങ്ങി. ദെൻ ബേണിംഗ് സെൻസേഷൻ ഈസ് റിമെയിൻസ് സെയിം. നെക്സ്റ്റ് സ്ലൈഡ്. ആഫ്റ്റർ കുറച്ച് ഇന്റേണൽ മെഡിസിൻസിന് ശേഷം സ്റ്റാർട്ടഡ് വിത്ത് തിക്തകൃത, വിചാരണ സ്നേഹപാന ഡൺ വിത്ത് തിക്തകൃത, ദെൻ വിരേചന വിത്ത് അവിപത്തി ചൂർണ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് നെക്സ്റ്റ് സൈക്കിൾ ക്ഷീരവസ്ഥയിൽ സെലക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഗുളൂച്ചാദി കഷായ ചൂർണം കൽക്കമായിട്ടും എഷ്ടി മധു ക്ഷീരഭാഗമായിട്ടുമാണ് ഇതിനകത്ത് എടുക്കാറ്. സ്നേഹത്തിന് പകരം അതിനകത്ത് ആഡ് ചെയ്തത് മഹാനാരായണ തൈലവും തിക്തകൃതവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്നേഹവും ആഡ് ചെയ്തിട്ടാണ് ക്ഷീരവസ്ഥി സാധാരണ ചെയ്യാറുള്ളത്. Then Avagaha Sedam changed from Tribala to Nalpamra because wound is healed but the burning sensation persists. Then Uttravasti done with Mahanarayana Daila itself. After 3 cycles of treatment, the patient got conceived. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് if there is the presence of SLE, then chance of repeated pregnancy loss is very very high. So അവരുടെ മോഡേൺ മെഡിസിൻ എടുക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു ഈ ഒരു സമയത്ത് പ്രഗ്നൻസി നല്ലതല്ല എന്ന് പോലും അഡ്വൈസ് ചെയ്തെങ്കിലും അത് കൺസീവ് ആയ സ്ഥിതിക്ക് അത് കണ്ടിന്യൂ ചെയ്തു. ദെൻ ഗുഡൂച്ചാതി തോയ ഭാഗമായിട്ട് പാനകമായിട്ട് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ചെയ്തു. ദെൻ എഷ്ടി ചൂർണ പാലിൽ ചേർത്ത് ചില ദിവസം അത് വോമിറ്റിംഗ് സെൻസേഷൻ കൂടുതൽ വരുമ്പോൾ തേൻ ചേർത്ത് ആ രീതിയിൽ എഷ്ടി ചൂർണം കണ്ടിന്യൂ ചെയ്തു. ദെൻ എഷ്ടി ചൂർണം വിത്ത് ക്ഷീരഭാഗ ആൻഡ് ഓൾസോ ദെൻ ഡ്രോപ്പ് മിക്സ്ഡ് വിത്ത് ഹണി. നെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു കേസിനകത്തും ഏകദേശം ഇതുപോലെയുള്ള ഒരു പ്രസന്റേഷൻ ആണ് കണ്ടത്. ഹിയർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡൂച്ചാദി ഗോദ ഇസ് ഹാവിംഗ് പിത്ത ശമന, എസ്പെഷ്യലി ഹിയർ ദിസ് അമിതാർത്ഥവത്തിന്റെ പ്രസന്റേഷൻസിലും ഗുഡൂച്ചാദി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. സോ ബിഫോർ എന്ററിംഗ് ഇൻ ടു ദിസ് സ്തംഭനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഒരു ദീപന പാചനമായിട്ടും ഉപയോഗിക്കേണ്ട അവസ്ഥകൾ നമുക്ക് ഗുഡൂച്ചാദി സെലക്ട് ചെയ്യാം. ദെൻ ആന്റിസ്പെം ആന്റിബോഡി പോലെയുള്ള അവസ്ഥകള്, നേരത്തെ പറഞ്ഞ രക്തപിത്തകരേർ നാര്യ രക്തം പിത്തേന ദൂഷിതം എന്ന് പറയുന്ന ഒരു അസർജ പ്രസന്റേഷൻ വരുമ്പോഴെല്ലാം ഇത് കുറച്ചുകൂടി ഗുണകരമായിട്ട് കിട്ടാറുണ്ട്. നെക്സ്റ്റ്. ദെൻ കബജ അശ്രദ്ധര. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻസ് പറഞ്ഞത് പൈത്തിക അശ്രദ്ധരമാണ്. അത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലിനിക്കൽ പ്രസന്റേഷൻസിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് പൈത്തിക അശ്രദ്ധരം. എനിക്ക് തോന്നുന്നു അതൊരു ഓവുലേറ്ററി ഐറ്റംസ് ആയിട്ടുള്ള അശ്രദ്ധരത്തെ കുറച്ചുകൂടി എളുപ്പമാണ് മാനേജ് ചെയ്യാൻ. പക്ഷെ അത് അൺഓവുലേറ്ററി പ്രസന്റേഷൻസ് വരുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടാണ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് കബജ അശ്രദ്ധരത്തില് അതിന്റെ സിംറ്റംസ് വന്ന പാണ്ഡുവർണ്ണ, ഘനപിച്ചില ഗുരു സ്നിഗ്ധ സ്രാവ, സ്കന്തി, ദ ക്ലോട്ട്സ് മേ ബി ദർ. ഓക്കെ. മന്ദരുക്, വളരെ ചെറിയ പെയിൻ ഉണ്ടാവുള്ളൂ. ഛർദി, അരുചി, ഹൃല്ലാസ, ശ്വാസകാസ ആണ് അതിന്റെ ബാക്കി അസോസിയേറ്റഡ് സിംറ്റംസ് ആയിട്ട് കബജാശ്രദ്ധരത്തിൽ പറയുന്നത്. അതിന്റെ ഒരു നിദാനം ഗുരുഭോജന, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗുരുഭോജന, ദിവാസ്വപ്ന, അധ്യക്ഷന, ദെൻ ദിസ് ചേഞ്ചസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡ് ചേഞ്ചസ്. അല്ലെ, ഇപ്പൊ കണ്ടുവരുന്ന ഏകദേശം പകല് കിടന്നുറങ്ങുന്നത്, ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു കബജ അശ്രദ്ധരത്തിനാണ് കൂടുതലായിട്ടും റീസൺ ആയിട്ട് വരുന്നത്. അതിന്റെ സിംറ്റംസിൽ അസോസിയേറ്റഡ് സിംറ്റംസ് ആയിട്ട് അരുചി, ഹൃല്ലാസ, ശ്വാസകാസം ആണ് കൂടുതലും പറയുന്നത്. നെക്സ്റ്റ്.
ഇവിടെ ഇത് വാതജ അശ്രദ്ധര. വാതജ അശ്രദ്ധര ആകുമ്പോൾ രൂക്ഷ ലഘു കൊണ്ടാണ്, അത് രൂക്ഷമായിട്ടും ലഘുവായിട്ടും ഉപയോഗിക്കുന്ന ഒരു സേവ കൊണ്ടാണ് ഈ ഒരു വാതജ അശ്രദ്ധര ഉണ്ടാകുന്നത്. സിംറ്റംസ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലീഡിംഗ് പാറ്റേൺ ഫേനില, തനു, ശ്യാമ, അരുണവർണ്ണ. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് കടിവംശന പാർശ്വപൃഷ്ഠ ശൂല. ഇവിടെ സിവിയർ പെൽവിക് പെയിൻ ആണ് ഒരു ഇമ്പോർട്ടന്റ് പ്രസന്റേഷൻ ഓഫ് വാതജ അശ്രദ്ധര. നെക്സ്റ്റ്, മിക്കവാറും ഒരു കഫവാതജ പ്രസന്റേഷൻസിൽ വരുന്ന കുറെ ഡിസീസസ് നമ്മുടെ ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. ഹിയർ ആവരണജന്യ PCOS വരുന്ന ആവരണജന്യമായിട്ടുള്ള ബ്ലീഡിംഗ്, ക്ലോട്ടഡ് ഇൻ ഗ്രന്ഥി ആർത്തവ, then severe pain associated with endometriosis, adenomyosis or uterine fibroids. എസ്പെഷ്യലി ഈ ഒരു ടോപ്പിക് പറഞ്ഞപ്പോഴേ ഫൈബ്രോയിഡ്സിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറഞ്ഞിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഒന്ന് നോക്കാം. നെക്സ്റ്റ്, അതില് വാതകബജ ഒരു പെയിന്റ് ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ പെയിൻ കൺഫൈൻ ടു ബാക്ക് ആൻഡ് ഫ്രണ്ട്, അത് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടായിരിക്കും പെയിൻ നിൽക്കുന്നത്. ഡൾ ആൻഡ് ഡിഫ്യൂസ് ഇൻ നേച്ചർ, 3 to 5 days പ്രയർ ടു മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷന്റെ ഒരു 3-4 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഇത് പ്രധാനമായിട്ടും പെൽവിക്, അതായത് ബിനൈൻ സിസ്റ്റ്, ദെൻ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, പോളിപ്പ്, ഒവേറിയൻ സിസ്റ്റ്, ഇതിലൊക്കെ ഒരു പ്രസന്റേഷൻ വരുന്നത് വാതകപചമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഡൾ ആൻഡ് ഡിഫ്യൂസ് പെയിൻ വിത്ത് ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. നെക്സ്റ്റ്, PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കൂടെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നുണ്ട്. ദെൻ അതിപ്രവൃത്തി, സംഘം, വിമാർഗഗമനം, സിരാണ ഗ്രന്ഥി, ഇതൊക്കെ തന്നെ ഉള്ള അതിന്റെ എല്ലാ തരത്തിലുള്ള സ്വതോദുഷ്ടി ലക്ഷണങ്ങളും ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് പ്രസന്റേഷൻസിൽ കാണാറുണ്ട്. നെക്സ്റ്റ്, അപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസ് നോക്കുമ്പോൾ അത് ബെനൈൻ സോളിഡ് ട്യൂമർ ആണ്, സ്മൂത്ത് മസിൽ, ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. നോർമലി 30 to 45 years ആണെങ്കിലും നോർമലി ഇൻ അവർ ക്ലിനിക്കൽ പ്രസന്റേഷൻ അതിൽ മൊത്തം ബിഫോർ ആയിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ്ലി ഇറ്റ്സ് ദ ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ട്യൂമർ ആയിട്ടാണ് ഫൈബ്രോയിഡ് യൂട്രസ് കണ്ടുവരുന്നത്. നെക്സ്റ്റ്, 3 types of uterine fibroids are commonly common presentations. First is the subserous fibroid. So pedungulated ആയിട്ടുള്ള subserous fibroid outside to the uterus. Then submucous fibroids internally to the internal lining or endometrial lining to the uterus. And then intramural, in between the muscle wall, we can find this intramural fibroid. പലപ്പോഴും നമുക്ക് വരുന്ന ഒരു ഡൗട്ട് ആണ്, സൈറ്റ് ആണോ സൈസ് ആണോ ഇമ്പോർട്ടന്റ് എന്നുള്ളത് അല്ലെ. ഇത്ര സൈസ് about 5 centimeter uterine fibroid ഉണ്ടെങ്കിൽ is it treatable? What is the prognosis? Is it good or bad? അങ്ങനെ so many doubts we are getting. ഇപ്പൊ ഇവിടെ ഉള്ളതില് സൈസിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് സൈറ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് എ ലാർജ് സബ്സീറസ് ഫൈബ്രോയിഡ് about 13 centimeter, it may cause some pressure symptoms, like if it is on the urinary bladder, urinary incontinence may be there, and so many pressure symptoms may be in subserous fibroid. But if the submucous fibroid, if it is very less, about 1 centimeter or 2 centimeter, it's submucous fibroid that will invade into the uterine cavity, into the endometrium, so that will cause heavy bleeding and severe pain in most of the cases. Then intramural also, it may affect the endometrial implantation. In case of infertility cases, they may cause the problem with implantation also. Next, then what are the signs and symptoms of uterine fibroid? We know most of the uterine fibroids are asymptomatic. Okay, while we are going for any other investigations or for any edema on the lymph, then we find out is it is a fibroid. Then in symptomatic fibroid, the important one is the menorrhagia, our important presentation here. Then congestive dysmenorrhea. Congestive dysmenorrhia, which will be starting from prior 1 week before the menstrual blood, menstruation, and it may continue to the next days also. Then infertility. When it becomes infertility, if there is any problem with implantation, then that will cause infertility. Abortion, one of the reason for abortion also. Then preterm labor, if it is growing along with fetus, there may be chance for preterm labor. Then IUGR also, because growth deficiency, both the fibroid is also growing and then fetus is also growing. So if there is proper nourishment, then chance for IUGR is also. Next slide. Here, we can differentiate these types of or clinical presentation of uterine fibroid. It may be Kevala Kabaja, Pitta Samsargaja, or Vata Samsargaja. Next slide. Then if it is
Pitta Samsargaja, that will cause menorrhagia or metrorrhagia, other symptoms. If it is Kapha predominant, we know in most of our concept, most of we are prescribing, medicines ഒരു ഫൈബ്രോയിഡ് എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുന്ന അല്ലെ വരണാതി കഷായം ആൻഡ് കാഞ്ചനാര ഗുഗുലു എക്സെട്ര അത്തരത്തിലുള്ള ഒരു കഫദോഷ പ്രഡോമിനന്റ് ആയിട്ടുള്ളത് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഫൈബ്രോയിഡ്സ് ആയിരിക്കും. ദെൻ അസിംറ്റമാറ്റിക് ആയിട്ടുള്ളത് മാറി സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ് വരുമ്പോൾ എസ്പെഷ്യലി പിത്ത സംസർഗജ വ്യാധീസ് ലൈക്ക് മെനോറാജിയ മെട്രാജിയ മേ ബി ദ ഇമ്പോർട്ടന്റ് പ്രസന്റേഷൻ. Then if Vata Samsargaja Vikara, there may be dysmenorrhea or pressure symptoms, etc. Next slide. Kevala Kabaja, the choice of medicine for Kevala Kabaja, Asal, the Varanati Kashaya, Kansanara Gugulu, Navaisa Churna, Chitragasava, Shabdarna, etc. is having Kaba, Kapahara, Lekana properties of the medicines. Next slide. If it is Pitta Samsargaja, I think most of the hysterectomies due to uterine fibroids is due to the Pitta Samsargaja uterine fibroid due to the abnormal uterine bleeding. Okay. സാധാരണ നമ്മുടെ ഒരു ഫൈബ്രോയിഡ് ട്രീറ്റ്മെന്റിന്റെ പ്രോഗ്നോസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പറയാൻ കഴിയുന്നത് ഇഫ് ദർ ഇസ് സിംപ്റ്റമാറ്റിക് റിലീഫ് അല്ലെ സാധാരണ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ് ആണ് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വി ക്യാൻ അവോയ്ഡ് ദ ഹിസ്റ്റക്ടമി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് വരുത്തുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. വൺസ് വി ക്യാൻ പോസ്റ്റ്പോൺ ദ ഹിസ്റ്റക്ടമി അതർവൈസ് വി ക്യാൻ നീഡ് ടു അവോയ്ഡ് ദ ഹിസ്റ്റക്ടമി. അപ്പൊ അങ്ങനെ വരുന്ന മിക്കവാറും കണ്ടീഷൻസിലാണ് ശരിക്കും പിത്ത സംസർഗജ ആയിട്ടുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. കുറച്ചുകൂടി കെയർഫുൾ ഓർ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതും ഈ ഒരു കേസിലാണ്. ഹിയർ ദുസ്പർശകാദി കഷായ, ത്രായന്ത്യാദി കഷായ, എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു പിത്ത പ്രഡോമിനന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഘൃതത്തിന്റെ ഇമ്പോർട്ടൻസ്, ഒരു സ്നേഹത്തിന്റെ ഇമ്പോർട്ടൻസ് ഇഫ് ഇറ്റ് ഇസ് രൂക്ഷ ഓർ അതർവൈസ് ആണെങ്കിലും ഈ ഒരു സ്നേഹപ്രയോഗം കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പരിഗണിക്കേണ്ടതാണ്. നെക്സ്റ്റ്. Then Vatanubandham. Here, Chirivilwadi, Saptasara, Nimbamradasava, Sahajaraadi Daila, Kalyanakshara, ഇങ്ങനെയുള്ള ചോയ്സസ് ഓഫ് മെഡിസിൻസ് നമുക്ക് വാതാനുബന്ധമായിട്ടുള്ളതിലും കഫ പ്രഡോമിനന്റ് ആയിട്ടുള്ളതിലും കുറച്ചുകൂടി സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്. ഇവയിലെല്ലാം തന്നെ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, കുറച്ച് ഡ്രഗ് ഓഫ് ചോയ്സ് ഇപ്പൊ ഈ പറഞ്ഞതിൽ ത്രായന്ത്യാദി, വരണാദി, ഗുഗുലു തിക്തക, ശിഗ്രത്തൊക്കെ കുറച്ച് ലേഖന പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. യോഗരാജ ഗുഗുലു, കാഞ്ചനാര ഗുഗുലു, ഗോക്ഷുര ഗുഗുലു. നെക്സ്റ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ഒന്ന് രണ്ട് ഇതിന്റെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സപ്തസാരം കഷായം വാത കപശമന പ്രോപ്പർട്ടിയാണ്. പിത്തവർദ്ധകം, ശ്രോതോശോധകം ആൻഡ് കൃത്സാത്തവത്തിന് ഇൻഡിക്കേഷൻ ഉള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഇസ് ഹെവി ബ്ലീഡിംഗ് ഉള്ള പ്രസന്റേഷൻ ആണെങ്കിൽ സപ്തസാരം പോലെയുള്ളത് അവോയ്ഡ് ചെയ്യണം. കാരണം പിത്തവർദ്ധകം ശ്രോതോശോധനം കൂടി ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ്. ചിരുവില്വാദി. ചിരുവില്വാദിയുടെ കുറച്ചും കൂടി ഒരു പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുമ്പോൾ അത് കപവാത ശമനമാണ്, ദീപന പ്രോപ്പർട്ടി, മലപ്രവർത്തകം, ലേഖനം ആൻഡ് വാതാനുലോമനം. നെക്സ്റ്റ്. ത്രായന്ത്യാദി. ത്രായന്ത്യാദി ആവുമ്പോഴാണ് കുറച്ചുകൂടി കപ പിത്ത ശമന പ്രോപ്പർട്ടി വരുന്ന ഡ്രഗാണ്, മെഡിസിൻ ആണ് ത്രായന്ത്യാദിഗാഥ. ഹിയർ ലേഖന, പാകഹര, വിദ്രതി പ്രകരണത്തിനാണ് ഇത് പറയുന്നതെങ്കിലും കപപിത്ത ശമന, ലേഖന ആൻഡ് പാകഹര പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഒവേറിയൻ സിസ്റ്റർ, ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ് വിത്ത് ചോക്ലേറ്റ് സിസ്റ്റർ, PCOS വിത്ത് ഹെവി ബ്ലീഡിംഗ്. അപ്പൊ ഹെവി ബ്ലീഡിങ്ങിന് ഉള്ള അവസ്ഥകളിൽ നമുക്ക് ഇൻഡിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ത്രായന്ത്യാദി, ബിക്കോസ് ഇറ്റ് ഇസ് കപ പിത്ത ശമന പ്രോപ്പർട്ടീസ്. ഒപ്പം തന്നെ ലേഖന ആൻഡ് പാകഹര പ്രോപ്പർട്ടീസ് കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പെത്തോളജിയെ കുറയ്ക്കുകയും ചെയ്യുന്നു, എന്നാൽ ഹെവി ബ്ലീഡിങ്ങിന് ഉണ്ടാക്കുന്നില്ല. നെക്സ്റ്റ്. സ്നേഹപാനത്തിന് യൂസ് ചെയ്യാവുന്ന ഡ്രഗ്സ്, കാരണം സ്നേഹനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിരുവില്വാദി ഘൃത. ചിരുവില്വാദി ഘൃതത്തിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ലേഖന ആയിട്ടുള്ളത് സ്നേഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒപ്പം ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സിനെല്ലാം തന്നെ ഒരു അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. വരണാധികൃത, ദെൻ ഗുഗുലുതിക്തകൃത എല്ലാം ചോയ്സ് ഓഫ് മെഡിസിൻസ്. ദാനന്തര തൈല അഭ്യംഗ, അവഗാഹസ്വേദ ഇൻ ബാധഹരപത്ര, ദശമൂല കഷായത്തിൽ അവഗാഹസ്വേദം ചെയ്യുന്നതും ഇതിന്റെ കുറെ ഒരു പെൽവിക് കൺജഷൻ ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വിരേചനം വിത്ത് സുകുമാര എരണ്ട, ഗന്ധർവ എരണ്ട, നിർഗുണ്ടി എരണ്ട പ്രിപ്പറേഷൻസ് ആയിരിക്കും കുറച്ചുകൂടി ഇതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ്. ദെൻ കുറച്ചുകൂടി പിത്ത പ്രഡോമിനൻസ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു തിക്തകൃതം, അശോകകൃതം, ദാത്യാർദ്ധികൃതം കുറച്ചുകൂടെ സെലക്ട് ചെയ്യാം. ദെൻ അഭ്യംഗം, പിണ്ടതൈല, നാൽപ്പാമ്രതൈല, ദെൻ വിരേചനം വിത്ത് അവിപത്തി ചൂർണ ഇസ് ഓൾസോ ഗുഡ്. നെക്സ്റ്റ്. അത് ഒരു ബ്ലീഡിംഗ് ഫൈബ്രോയിഡ്സിനാണെങ്കിൽ ഇൻ പ്രോളിഫറേറ്റീവ് ആൻഡ് ഏർലി സെക്രട്ടറി ഫേസിൽ ലേഖന കപഹരമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ കല്യാണക്ഷാര, നിർഗുണ്ഡ്യാദി, വരണാദി പോലെയുള്ള ഡ്രഗ്സ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്.
ഒരു ലേറ്റ് സെക്രട്ടറി ഫേസിലാകുമ്പോഴത്തേക്കും ഗ്ലൂച്ചാതി, പടോലാതി, ദ്രാക്ഷാതി പോലെയുള്ള പിത്തശമനമായിട്ടുള്ള ഡ്രഗ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നെക്സ്റ്റ്, ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്നേഹത്തിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും പറയുവാണ്. സഹചരാതി സേവ്യം, ദാനന്തര തൈലം, അതായത് 101 ആവർത്തി തന്നെ വേണമെന്നില്ല, ദാനന്തര തൈലം or മെഴുകുപാക is enough. Then ഹിംഗുത്രിഗുണ തൈല, വരണാതി ഘൃത, ഗുഗ്ലുതിക്തക ഘൃത etc. we can use for the അച്ചസ്നേഹപാന or in the form of വിചാരണ also. നെക്സ്റ്റ്, വസ്തി ഒരു അർദ്ധചികിത്സ എന്ന് പറയുന്നത് ആണെങ്കിലും എല്ലാ ഈ ഒരു പ്രത്യേകിച്ച് അതിന്റെ ഒരു പത്തോളജി റിവേർട്ട് ചെയ്യാൻ കുറെ കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ലേഖനവസ്തി, എസ്പെഷ്യലി ബ്ലീഡിംഗ് ഫേസിൽ പറ്റില്ല, ബ്ലീഡിംഗ് അല്ലാത്ത സമയങ്ങളിൽ വി ക്യാൻ സെലക്ട് ദിസ് ലേഖനവസ്തി. ലേഖനവസ്തിയിൽ ശതകുപ്പാന്റെ സർഷഭ കൽക്കമായിട്ടും പിപ്പല്യാദി അനുവാസന തൈലമായിട്ടും നമുക്ക് ഇതിനകത്ത് സ്നേഹമായിട്ടും സെലക്ട് ചെയ്യാം. ദെൻ അവഗാഹ സ്വേദായും ദശമൂല കഷായ ഗുഡ്. പിജു വിത്ത് പിപ്പല്യാദി അനുവാസന തൈല or next stage onto ധാന്വന്തര തൈല. ഉത്തരവസ്തി is also with same medicine. Next slide. Then here അനുവാസന അസ്ഥാപന is also ruled. ഉത്തരവസ്തി or otherwise we can select പിജു. പിജു സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തത് തൊട്ട് നെക്സ്റ്റ് ഒരു ഓവുലേറ്ററി ടൈം വരെയാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ കിട്ടുന്ന ഒരു സമയം. ആ സമയത്താണ് പിജു പ്രാക്ടീസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. ഒരു കേസ് സ്റ്റഡി. 25 years ആയിട്ടുള്ള ഒരു ലേഡി, primary infertility with uterine fibroid. That's uterine fibroid is about, I think, intramural uterine fibroid about 3.2 centimeter. ആ ഒരു കേസിൽ ആദ്യം ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം കൺസീവ് ചെയ്തു. പക്ഷെ കൺസീവ് ചെയ്തതിനു ശേഷം തന്നെ എന്താ സംഭവിച്ചത്? മോർണിംഗ് UPT പോസിറ്റീവ് ആയിട്ടും കണ്ടു. ടുഡേ ആ സെയിം ഡേ നൈറ്റ് ഇറ്റ്സെൽഫ് ഹെവി ബ്ലീഡിംഗ് വിത്ത് സിവിയർ പെയിൻ. അത് ആ സെയിം ഡേ തന്നെ അബോർഷൻ ആയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ UPT പോസിറ്റീവായി കണ്ട അതേ ഈവനിങ് തന്നെ ഹെവി ബ്ലീഡിങ്. അപ്പോ ഒരു നെക്സ്റ്റ്, അപ്പൊ സാധാരണ രീതിയിൽ 3.2 സെന്റിമീറ്റർ യൂട്രൈൻ ഫൈബ്രോയിഡിനെ ഒന്നും നമ്മൾ ചില കേസസിൽ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ദാറ്റ് മേ ബി ദ പ്രോബ്ലം വിത്ത് ഇംപ്ലാന്റേഷൻ is happening to this case. Then snehapana done with gugulutiktaga grida and then shodhana done. After this shodhana procedures, that patient again conceived and delivered a healthy baby. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ആണെങ്കിലും ഇഫ് ഇറ്റ് ഈസ് ലെസ് സൈസ്, ഇൻട്രാമ്യൂറൽ ഓർ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്, ഇഫ് ഇറ്റ് അഫക്ട് ദ ഇംപ്ലാന്റേഷൻ വി നീഡഡ് ടു ടേക്ക് കെയർ. നെക്സ്റ്റ് സ്ലൈഡ്. പക്ഷെ പല കേസുകളിലും നമുക്ക് പ്രഗ്നൻസിയുടെ കൂടെയാണ്. അപ്പൊ പ്രഗ്നൻസി ആവുന്ന സമയത്ത് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചില കേസുകളിലൊക്കെ ഈ ഫൈബ്രോയിഡിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറ്. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വാത കബജ പ്രഡോമിനൻസിൽ ഒരു സിവിയർ പെയിൻ വരുന്ന, ഒരു വാതികമായിട്ട് വരുന്ന സിവിയർ പെയിൻ വരുന്നതിലാണ് ഡിസ്മെനോറിയ, ഡിസ്യൂറിയ ആൻഡ് ഡിസ്പരൂണിയ എന്നുള്ള 3 കണ്ടീഷൻസ്. അത് തന്നെ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ, പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ, ഡിസ്യൂറിയ ആൻഡ് ഓൾസോ ഡിസ്പരൂണിയ. ഈ എൻഡോമെട്രിയോസിസിൽ വരുന്ന ഡിസ്പരൂണിയ എന്ന് പറയുന്നത് ഇറ്റ്സ് പെനിട്രേറ്റിംഗ് നോട്ട് ടുവേർഡ്സ് ദ സ്റ്റാർട്ടിംഗ് ബട്ട് ടുവേർഡ്സ് ദ എൻഡിലായിരിക്കും പെയിൻ വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഒരു എൻഡോമെട്രിയോസിന്റെ ട്രീറ്റ്മെന്റ് ലെവലിൽ തന്നെ വാതികി, ഉദാവർത്ത, ശോഭ, പരിപ്ലുത, വിദ്രതി, വ്രണ, അർബുദ ഇതിനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാന്. നെക്സ്റ്റ്, എൻഡോമെട്രിയൽ പോളിപ്പ്. ഇതും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഹെവി ബ്ലീഡിംഗ് വരുന്ന ഒരു പ്രസന്റേഷൻ ആണ് എൻഡോമെട്രിയൽ പോളിപ്പ് വരുന്നത്. നെക്സ്റ്റ്, അഡനോമയോസിസും ഇപ്പോൾ തന്നെ ബട്ട് ദ ബിനൈൻ ഇൻവേഷൻ ഓഫ് ദ എൻഡോമെട്രിയം ഇൻ ടു മയോമെട്രിയം വരുന്നൊരു കണ്ടീഷനാണ്. ദെൻ റിസൾട്ട് ഇൻ ഡിഫ്യൂസ്ലി എൻലാർജ്ഡ് യൂട്രസ്. ദെൻ മൈക്രോസ്കോപ്പിക്കലി എക്സിബിറ്റ് എക്ടോപിക് നോൺ plastic endometrial glands and stroma surrounded by heterotropic and hyperplastic myometrium. ഈ മയോമെട്രിയത്തിന് അകത്തോട്ട് ഇൻവേഡ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് അഡനോമയോസിസിൽ കണ്ടുവരുന്നത്. നെക്സ്റ്റ്, അതിന്റെ ഒരു പ്രസന്റേഷൻ കൺജസ്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ്ലി ഇൻക്രീസിംഗ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ തന്നെയാണ് മിക്കവാറും അഡനോമയോസിസിൽ വിത്ത് ഹെവി ബ്ലീഡിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പൊ അബ്ഡമൻ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഹൈപ്പർഗാസ്ട്രിക് മാസ് ഫ്രം പെൽവിസ്, ഇപ്പൊ വെജൈനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ യൂണിഫോം എൻലാർജ്മെന്റ് ഓഫ് യൂട്രസും കാണാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ്, അതിന്റെ ഒരു ഡയഗ്നോസിസ് അറിയാം. അൾട്രാസൗണ്ട്, ട്രാൻസ്വജൈനൽ സ്കാനിൽ അറിയാൻ പറ്റുന്നുണ്ട്. അതിന് MRI ആണ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ച്, അപ്പൊ അതിലും തന്നെ ഹെവി ബ്ലീഡിംഗ് വരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പൊ ഒരു ബ്ലീഡിംഗ് ഫേസിൽ
കുറച്ചുകൂടി സംഗ്രഹണ ഡ്രഗ്സ് ലൈക്ക് തിക്തക കഷായ, മഹാതിക്തക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഷഡ്ധരണ മെഡിസിൻ, ഷഡ്ധരണ ചൂർണ്ണവും ഷഡ്ധരണ ടാബ്ലറ്റ് ഓൾസോ ഇസ് എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് അഡനോമയോസിസ്. കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു സിവിയർ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഹെവി ബ്ലീഡിംഗ് ആൻഡ് ഇഫ് ദർ ഇസ് ആമത്വ വി ക്യാൻ സെലക്ട് ദിസ് ഷഡ്ധരണ also during the case of adenomyosis. Then Traindyadi, after bleeding stopped, we can select this Traindyadi, Kanchanara Gugulu, Chirivilwadi Grudha, then Gandharva Eranda with Kalyanakshara. കാരണം ഒരു ലേഖന പ്രോപ്പർട്ടി, അനുലോമന, full all the times we have to consider these properties of drugs. Then Ardhavillam and Punarnavadi. അർദ്ധവില്ലും പുനർനവാദിയുടെ റോൾ എന്ന് പറയുകയാണെങ്കിൽ ശോഭം, ഒരു ശോഭ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് അഡനോമയോസിസിൽ സസ്പെക്ട് ചെയ്യണം. സോ അർദ്ധവില്യം കഷായ, പുനർനവാദി കഷായ എക്സെട്ര ഇസ് ഓൾസോ ഗുഡ് ഡ്യൂറിങ് ദിസ് അഡനോമയോസിസ്. ഒപ്പം തന്നെ ഒരു പൂക്കുലയുടെ, തെങ്ങിൻ പൂക്കുലയുടെ ഒരു പ്രയോഗം കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് കാണാറുണ്ട്. തെങ്ങിൻ പൂക്കുല അസച്ച് എടുത്ത് അതിനെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ അതിന്റെ ജ്യൂസ് ആയിട്ട് എക്സ്ട്രാക്ട് എടുത്ത് ശർക്കര ചേർത്ത് കുറുക്കി കഴിക്കുന്നത് ഈ ഒരു അഡനോമയോസിസിൽ എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ബ്ലീഡിംഗ് ഫേസിൽ കഴിക്കേണ്ട. കാരണം തെങ്ങിൻ പൂക്കുല ബ്ലീഡിങ്ങിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ശർക്കരയൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ബ്ലീഡിംഗ്. അപ്പൊ ഒരു നെക്സ്റ്റ് എപ്പിസോഡ്സിന് മുമ്പായിട്ട് ചെയ്യാവുന്ന ഒരു ചോയ്സ് ആണ് ഈ ഒരു തെങ്ങിൻ പൂക്കുല പ്രയോഗം. നെക്സ്റ്റ്, then ഒരു 24 years ആയിട്ടുള്ള ഒരു ലേഡി പ്രസന്റഡ് വിത്ത് adenomyosis, ഹിസ്റ്ററി ഓഫ് സിവിയർ പെയിൻ ആൻഡ് ഹെവി ബ്ലീഡിംഗ്. അബൌട്ട് 15 days, അതായത് 15 days ആണ് ഈ ഒരു അഡനോമയോസിസ് കേസിൽ പെയിൻ നിൽക്കുന്നത്. അപ്പൊ അവരിൽ പറയുന്നത് അറൌണ്ട് 15 to 16 മെഫ്താൽ സ്പാസ് ആണ് അവർ ഒരു സൈക്കിളിൽ എടുത്തുകൊണ്ടിരുന്നത്. മീൻസ് അത്രയും സിവിയർ പെയിൻ, അതായത് ഒരു ഗിഡിനെസ് വരുന്നു, ആ ഒരു പെയിൻ വരുമ്പോഴത്തേക്കും തന്നെ ആള് ബെഡ് റിഡൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്കറിയാം അഡനോമയോസിസ് ഒക്കെ വരുമ്പോൾ മിക്കവാറും പേഷ്യൻസ് ചോദിക്കാറുള്ളത് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ, കാരണം അവരെ സംബന്ധിച്ച് ഒരു നെക്സ്റ്റ് പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഭീതിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളിൽ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു സിംറ്റമാറ്റിക് റിസൾട്ട് ഒരു ഉപശയം നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ ഒരു നല്ലതായിട്ട് തന്നെ എടുക്കാം. നെക്സ്റ്റ്, അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കൊടുക്കാം. ഇവരിൽ കൊടുത്തത് പാചനാമൃതം കഷായവും ഷഡ്ധരണ ടാബുമാണ് തുടങ്ങിയത്. ദെൻ ചന്ദ്രപ്രഭ ഗുളിക, കുമാരി അസവം ആൻഡ് അഭയാരിഷ്ടം. നെക്സ്റ്റ്, ആദ്യത്തെ ഒരു രൂക്ഷണം എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യന്റ് വളരെ ഒരു ലീൻ പേഷ്യന്റ് ആയിരുന്നു. സോ വൈശ്വാന്തര ചൂർണം തക്രത്തിൽ ചേർത്ത് രൂക്ഷണം വരുത്തി, രൂക്ഷണ പാചനം വരുത്തിയതിനു ശേഷം സ്നേഹപാന ഡൺ വിത്ത് ശതാവര്യാധികൃത ആൻഡ് മഹാനാരായണ തൈല. ഇവിടെ ശതാവര്യാധികൃതം മഹാനാരായണ തൈലം സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ആ ഒരു പേഷ്യന്റ് പ്രസൻസ് വെച്ചിട്ടുള്ള ഒരു വാതപിത്ത ശമനം എന്നുള്ള നിലയ്ക്കായിരുന്നു. ദെൻ വിരേചനം ആൻഡ് ക്ഷീരവസ്തി ആൻഡ് ഉത്തരവസ്തി ഡൺ വിത്ത് കല്യാണക്ഷാരം ആഡ് ചെയ്ത് മഹാനാരായണ തൈലം വെച്ചിട്ടാണ് ഉത്തരവസ്തി ചെയ്തത്. പക്ഷെ നെക്സ്റ്റ് സൈക്കിൾ വന്നപ്പോഴേക്കും ആ ഒരു പെയിൻ ആൻഡ് ബ്ലീഡിങ് വളരെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു നെക്സ്റ്റ് സൈക്കിളിലും വീണ്ടും ഈ ഒരു ശതാവര്യാധികൃതം കണ്ടിന്യൂ ചെയ്തു. ആ ഒരു രീതിയിൽ പാറ്റേണിൽ അത് പോയപ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയാൻ തീർച്ചയായിട്ടും കഴിയില്ല, പക്ഷെ എങ്കിലും വളരെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആ ഒരു കേസിന് കിട്ടേണ്ടായി. നെക്സ്റ്റ് സ്ലൈഡ്. വേറൊരു കേസിൽ ഒരു ഹിസ്റ്ററി ഓഫ് അബോർഷൻ, 4 അബോർഷൻ ഉണ്ടായ ഒരു കേസായിരുന്നു വിത്ത് റെഗുലർ സൈക്കിൾസ് വിത്ത് ഹെവി ബ്ലീഡിങ്. അതിന്റെ ഒരു പ്രസന്റേഷൻസ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ സ്നേഹപാനത്തിന് സെലക്ട് ചെയ്ത ഡ്രഗ് മഹാകല്യാണകൃതായിരുന്നു. അപ്പൊ ഒരു 4 ടൈം അബോർഷൻസ്, 4 ടൈം കൺസീവ് ചെയ്തു, 4 ടൈം അബോർഷൻ ഉണ്ടായി വിത്ത് ഹെവി ബ്ലീഡിംഗ് പ്രസന്റേഷൻ വിത്ത് ഹൈപ്പർ തൈറോയിഡിസം. അവിടെ മഹാകല്യാണകൃത സ്നേഹപാനത്തിന് വേണ്ടി സെലക്ട് ചെയ്തു. ദെൻ ശോധന വരുത്തിയതിനു ശേഷം സെക്കൻഡ് ആൻഡ് തേർഡ് സൈക്കിള് രാജയാപന വസ്തി കൂടെ ചെയ്തതിന് ശേഷമാണ് പേഷ്യന്റ് കൺസീവ് ചെയ്തത്. ഇന്റേണലി ഫലസർപ്പിസ് അകത്തോട്ടും ഉത്തരവസ്ഥയായിട്ടും ഫലസർപ്പിസ് ചെയ്തു, അകത്തോട്ട് കൊടുത്തു. ദെൻ ആ ഒരു കേസിലും നെക്സ്റ്റ് പ്രഗ്നൻസി ആയത് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ക്ഷീരഭാഗമായിട്ടും ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണ്ടായി. അതൊരു ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് കിട്ടി. അപ്പൊ ഇവിടെയും സെലക്ഷൻ മെഡിസിൻ ചോയ്സ് എടുത്തത് മഹാകല്യാണകൃതായിരുന്നു ഡ്യൂ ടു ഹൈപ്പോതൈറോയിഡിസം. നെക്സ്റ്റ്, പ്യൂബർട്ടി മെനറാജിയ. അപ്പൊ നമുക്ക് ഏകദേശം ആ ഒരു മെനറാജിയയുടെ കുറച്ച് ഡിഫറെന്റ് പ്രസന്റേഷൻസ് കൂടി നോക്കാം. പ്യൂബർട്ടി അല്ലെ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണുന്ന മെനറാജിയ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി HP പ്രോപ്പർ ഇമ്മച്ചുറേഷൻ ഓഫ് ദി hypothalamus pituitary ovarian axis, may be the prana udana and samana vada will act here. Immature follicular genesis and ovulatory cycles may be there. Here also this increased endometrial thickness may happen in most of the cases. Next, നെക്സ്റ്റ് കോമൺ ആയിട്ട് വേറെ കണ്ടുവരുന്ന ഒരു സാധനമാണ് അനോവുലേറ്ററി സൈക്കിൾസിൽ തന്നെ പ്രസീഡഡ് ബൈ ലോങ് പീരീഡ് ഓഫ് അമിനോറിയ. ഇപ്പൊ 4 മാസം 5 മാസം വരെയുള്ള ഒരു അമിനോറിയ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഹെവി ബ്ലീഡിങ് അല്ലെ. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? സാധാരണ ഒരു PCOS
കാണുന്ന തരത്തിലുള്ള ഒരു ബ്ലീഡിംഗ് പാറ്റേൺ ആണ് ശരിക്കും അനോവുലേറ്ററി സൈക്കിൾസ്. അപ്പൊ ആ ഒരു കേസിലും ഫ്രം സെക്കൻഡ് ഡേ ഈ ഒരു അനോവുലേഷൻ കണ്ടുവരുന്നതിൽ ഫ്രം സെക്കൻഡ് ഓർ തേർഡ് ഡേ തൊട്ട് ചെറിയ അളവിൽ നമ്മൾ കൊടുക്കുന്ന വളരെ വിചാരണ സ്നേഹപാനം പോലും വേണ്ട, വളരെ ലിറ്റിൽ ഒരു HPO ആക്സിസിന്റെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഡോസിൽ അഭക്തമായിട്ട് കൊടുക്കുന്ന സുകുമാരഘൃത, ഡാഡിമാതിഘൃത ഒക്കെ ഒരു 14th or 15th ഡേ വരെ കൊടുത്ത് ദെൻ ഫലസർപ്പിസ്, ക്ഷീരബല പോലെയുള്ള മെഡിസിൻസ് കൊടുക്കുകയും ഒപ്പം ആ ഒരു സമയത്ത് ലേഖന ആയിട്ടുള്ള മെഡിസിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾസ് കുറച്ചുകൂടി റെഗുലർ ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ദെൻ പെരിമെനോപോസൽ പ്രോബ്ലംസ്. Here excessive or prolonged bleeding, irregular menses വരുന്നു due to uterine fibroid or endometrial hyperplasia. ഈ endometrial hyperplasia എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പെരിമെനോപോസൽ പ്രോബ്ലം ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് കംപ്ലീറ്റ് ഹെമോഗ്രാം നോക്കണം, പാപ്സ്മിയർ വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടി വരും. then USS scanning, ultrasonography is an important. The local examination is very important, especially the speculum examination. Then bimanual vaginal examination is also compulsory in case of this, as in the form of the local examination. Then if it is needed, DNC maybe in case of this endometrial hyperplasia. Next slide. ഇതില് importance of pelvic ultrasonography to rule out the uterine and ovarian masses and then endometrial thickness as per TBS. Here if it is less than 12 mm in reproductive age group and if it is more than 5 pm in postmenopausal bleeding, it is very significant. സാധാരണ രീതിയിൽ നമുക്കറിയാം എൻഡോമെട്രിയൽ തിക്നെസ് ഒരു ഓവുലേഷൻ ടൈം ആകുമ്പോഴത്തേക്കും തന്നെ 8 to 9 millimeter ആൻഡ് ദെൻ ഒരു ബ്ലീഡിംഗ് ഫേസ് ആകുമ്പോഴത്തേക്ക് നോർമലി 12 millimeter ആണ് ഇൻ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. സോ മോർ ദാൻ ഇത്രയും വരുമ്പോഴത്തേക്കും പ്ലസ് എ ക്ലിനിക്കൽ പ്രസന്റേഷൻ വിത്ത് ഹെവി ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിഗ്നിഫിക്കന്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. അതിലൊരു എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ ഹൈപ്പർപ്ലാസിയ ആയിരിക്കാം. ദെൻ നെക്സ്റ്റ് ലീഡിംഗ് ടു ദ കോംപ്ലക്സ് ഹൈപ്പർപ്ലാസിയ വിത്തൗട്ട് എറ്റിപ്പിയ, ദെൻ കോംപ്ലക്സ് ഹൈപ്പർപ്ലാസിയ വിത്ത് ഓർ വിത്തൗട്ട് എറ്റിപ്പിയ, ദെൻ ലീഡ് ടു ദി എൻഡോമെട്രിയൽ കാർസിനോമ ഓർ ദി അഡനോകാർസിനോമ. അപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ട ഒരു സാധനമാണ്. കാരണം ഇപ്പൊ നമുക്ക് ക്ലിനിക്കിൽ വരുന്ന മിക്ക പേഷ്യൻസിനോടും തന്നെ ഒരു തിക്നെസ് കുറച്ചുകൂടി കണ്ടാൽ അല്ലെ ഒറ്റയടിക്ക് തന്നെ ഹിസ്റ്റക്ടമി ചെയ്തോളൂ, അതർവൈസ് DNC ചെയ്ത് ബയോപ്സി അയക്കണം. തീർച്ചയായിട്ടും പല സാഹചര്യങ്ങളിലും അത് വേണ്ടത് തന്നെ ആയിരിക്കാം. പക്ഷെ എങ്കിലും വി ഹാവ് ടു റൂൾ ഔട്ട് വെദർ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻ എ സീരിയസ് കണ്ടീഷൻ. നെക്സ്റ്റ്. ഇതില് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ എൻഡോമെട്രിയൽ ക്യാൻസർ വി നോ ഒബിസിറ്റി, ഡയബറ്റീസ്, ഡയറ്റ്, ഹൈപ്പർടെൻഷൻ, ക്രോണിക് അനോവുലേഷൻ. അപ്പൊ സാധാരണ രീതിയിൽ ഈ PCOS വരുന്ന പേഷ്യൻസ് ഒക്കെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്, അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആയി, ഇനി സെറ്റിൽഡ് ആയി, ഇനി അനോവുലേഷൻ ആൻഡ് PCOS വന്ന പ്രോബ്ലം ഉണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ പറയേണ്ട ഒരു മറുപടി എന്ന് പറയുന്നത് ദിസ് ക്രോണിക് അനോവുലേഷൻ മേ ലീഡ് ടു ദിസ് ടൈപ്പ് ഓഫ് endometrial means adenocarcinoma. Then early menarche and late menopause is also we should consider. ഒരു മെനോപോസ് അടുക്കുമ്പോഴേക്കും നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹെവി ബ്ലീഡിംഗ് പ്രസന്റേഷൻ വരുമ്പോൾ അതൊരു മെനോപോസ് ആവുന്നതിന്റെ സിംറ്റംസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട, അതിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൈപ്പർപ്ലാസിയ. നെക്സ്റ്റ്. അതിന്റെ ഒരു ക്ലിനിക്കൽ പ്രസന്റേഷൻ ക്ലാസിക്കൽ സിംറ്റം ഇസ് ദ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ്. 20 to 30% of the women with post menopausal bleeding will be may have uterine cancer. Next. And investigations, pelvic examination is important. First PV examination തന്നെയാണ്. Then USG and DNC may be needed. Vaginal discharge smear. Then serum CA-125. അപ്പോൾ സാധാരണ രീതിയിൽ CA-125 കുറെ കേസസിൽ എലിവേറ്റഡ് ആണ്. ഇപ്പൊ എൻഡോമെട്രിയോസിസ് വരുന്ന കേസുകൾ എലിവേറ്റഡ് ആണ്. പക്ഷെ എങ്കിലും നമുക്ക് അതിന്റെ ഒരു പ്രോഗ്നോസിസ്, ട്രീറ്റ്മെന്റിന്റെ പ്രോഗ്നോസിസ് അറിയാനും ഒരു ജസ്റ്റ് ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് സീറം CA-125. നെക്സ്റ്റ്. അതിൽ തന്നെ സിമ്പിൾ ഹൈപ്പർപ്ലാസിയ 1% ഓഫ് കേസസ് സിമ്പിൾ ഹൈപ്പർപ്ലാസിയ, then കോംപ്ലക്സ് ഹൈപ്പർപ്ലാസിയ is about 3% and വളരെ കോംപ്ലക്സ് ആയിട്ട് മാറുന്നത് associated with endometrial cancer is only 28 is about 28%. നെക്സ്റ്റ്. ഇതില് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലെ സിംറ്റമാറ്റിക് അബൌട്ട് ലെസ് ദാൻ 5%, abnormal vaginal bleeding especially perimenopausal or postmenopausal, then vaginal abnormal vaginal discharge, then pelvic pressure or discomfort here also. Next.
അത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗിൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഹോർമോൺ തെറാപ്പി, നിയോപ്ലാസം മേ ബി ദർ, ഇൻഫെക്ഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ ഡെക്യുബിറ്റസ് അൾസറേഷൻ വരെ ഇതിനകത്ത് റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻസ് വരാറുണ്ട് പലപ്പോഴും. ഒരു പോസ്റ്റ് അതിലാണ് എക്സാമിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ വാസ്കുലർ ഓർ സൈക്കോളജിക് റീസൺസ് ആർ ഓൾസോ റീസൺ ഫോർ ദി പോസ്റ്റ് മെനോപോസൽ. നെക്സ്റ്റ്, ഇതിനകത്തും ഒരു കേസ് ഓഫ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ വന്നൊരു പോസ്റ്റ് മെനോപോസൽ ഇസ് ലെസ് ദാൻ 14 millimeter ആയിരുന്നു അവരുടെ എൻഡോമെട്രിയൽ തിക്നെസ്. ഇന്നത്തെ കൊടുത്ത്, അതായത് ബ്ലീഡിംഗ് ഉള്ള ഫേസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ സംഗ്രഹണ ഡ്രഗ്സ് ലൈക്ക് മഹാതിക്ത കഷായ, തിക്തക ഓർ വാശാകുളുച്ചാതി വി ക്യാൻ സെലക്ട്. ദെൻ ആഫ്റ്റർ ബ്ലീഡിംഗ് സ്റ്റോപ്ഡ് വി ക്യാൻ സെലക്ട് ദി ലേഖന മെഡിസിൻസ് വിച്ച് ഈസ് ഹാവിംഗ് ദ ലേഖന പ്രിൻസിപ്പിൾ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് ഹെവി ബ്ലീഡിംഗ് വി ക്യാൻ സെലക്ട് ഇൻ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ ലൈക്ക് വരണാതി കഷായ, വരണാതി ഘൃത, കാഞ്ചനാര ഗുഗുലു എക്സെട്ര. If the presentation is very short cycle and heavy bleeding, then we can select Trayandyadi Kashaya and Kanchanara Gugulu. Then Avagaha Sweda in Dashamula Kashaya, Pipalyadi Anivasana using Piju Namkusia, then Gandharva Eranda mixed with the Kalyana Kshara. Adumuru, Analomana Draxana. Here case after 5 months of the Sadhana Ridila, usually 6 months follow up Chayarana. Here case 5 months follow up Chay, the thickness was reduced to 8 mm, and that was a post menopausal, the bleeding pattern another diarnilla. Next, then a presentation of DUB, 28 years, heavy clotted bleeding. Then continuous 2 months, a patient continues at 2 months bleeding. In between, DNC done, again bleeding. Next slide. ഇതായിരുന്നു അവരുടെ മുസ്ലിം ഫസ്റ്റ് പേഷ്യന്റ് വന്ന സമയത്ത് കണ്ടിന്യൂസ് ബ്ലീഡിംഗ് അപ് ടു 22/6/2018 ആയിരുന്നു അവരുടെ LMP. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് 22/7/2018 DNC ചെയ്തു. ദെൻ ക്ലോട്ട്സ് ഓൺ ബ്ലീഡിംഗ്, ട്രാപ്പിക്, പ്രൈമലൂട്ട് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കേസിൽ നമുക്ക് ശരിക്കും ഒരു ആമാവസ്ഥ അവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവിടെ കൊടുത്തത് മുസ്ലിം ഗുജറാത്തി കഷായം, പോയിന്റ് ക്യാപ്സൂളും കൂടെ ആഡ് ചെയ്തായിരുന്നു. പുഷ്യാനക ചൂർണം ആൻഡ് പ്രവാള ഭസ്മം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 days കഴിച്ചപ്പോഴേക്കും അവരുടെ ബ്ലീഡിംഗ് നിന്നു. നെക്സ്റ്റ് സ്ലൈഡ്. പക്ഷേ ആ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എഗെയിൻ നെക്സ്റ്റ് എപ്പിസോഡിനെ ക്ലിയർ ആക്കുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് ത്രായന്ത്യാദി കഷായ, then Kanchanara Gugulu added, Ashoka and Draksharishta. Here after bleeding, Ashokarishta, Draksharishta to improve the HB and also other. Then Ashoka Cheerabaga. സാധാരണ രീതിയിൽ അശോകം ക്ഷീരഭാഗമായിട്ട് കൊടുക്കുമ്പോൾ ഉറപ്പിക്കണം അത് അശോകം തന്നെ ആണോ എന്നുള്ളത്. പരമാവധി അശോക പട്ട തന്നെ വാങ്ങിച്ച് അത് പൊടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വേണം. നെക്സ്റ്റ്, ഇവിടെ ഈ ഒരു കേസിനകത്ത് ഏജ് 20 years ആയിട്ടുള്ള ഒരു ലേഡി presented with bilateral PCOS. LMP is having 29/3/2019, PMP 7/2/2019. Heavy bleeding with more than 8 pads per day. ആ 8 pads എന്ന് പറയുന്നതും സിവിയർലി സോക്ക്ഡ് ആയിട്ടായിരുന്നു ഓരോ ദിവസവും 8 pads മാറിക്കൊണ്ടിരുന്നത്. ദെൻ വേറെ അത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അസിഡിറ്റി, വൈറ്റ് ഡിസ്ചാർജ്, അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇവരിൽ സ്റ്റാർട്ട് ചെയ്തത് ത്രായന്ത്യാദി കഷായ, കാഞ്ചനാര ഗുഗുലു, ഹിംഗവജാതി ആൻഡ് ചന്ദ്രപ്രഭ ആഫ്റ്റർ ഫുഡ്, ദെൻ അശോക ആൻഡ് ദ്രാക്ഷാരിഷ്ട. ഈ ഒരു പാറ്റേണില് അതിൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും മീൻസ് കഫപിത്ത ശമനം, ലേഖന പ്രോപ്പർട്ടി ഉള്ളത് ആൻഡ് HB ഇംപ്രൂവ് ചെയ്യുക, ഈ ഒരു രീതിയിലുള്ള മെഡിസിൻ ചോയ്സ് ആണ് എടുത്തത്. നെക്സ്റ്റ് സ്ലൈഡ്. അവരില് 7/2/2019 ആയിരുന്നു അവരുടെ പീരീഡ് സ്റ്റേറ്റ്. നെക്സ്റ്റ് 29/3/2019, 8 pads per day. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് 15/4/2019. Then next periods came on 28/5/2019. ഈ 28/5 പീരീഡ്സ് വന്നതിന് ശേഷം ഫ്രം സെക്കൻഡ് ഡേ തൊട്ട് ഡാഡിമാതി ഘൃത സ്മോൾ എമൗണ്ടിൽ ഇന്റേണലി കൊടുത്തു. അശോക ആൻഡ് ദ്രാക്ഷാരിഷ്ട കണ്ടിന്യൂഡ്. ദെൻ പ്രീവിയസ് ഫ്രം 16th ഡേയിൽ വീണ്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള ത്രായന്ത്യാദി, കാഞ്ചനാര ഗുഗുലു, അശോക, ദ്രാക്ഷ, ഈ ഒരു പ്രോട്ടോകോളിലാണ് മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ നെക്സ്റ്റ് സൈക്കിൾ വന്നത് 26/6/2019. അത് ഏകദേശം ഒരു 5 pads per day എന്നുള്ള രീതിയിലേക്ക് വ്യത്യാസം വന്നു. ദെൻ അഗെയിൻ നെക്സ്റ്റ് സൈക്കിൾ ആൾസോ 28/7/2019. ഏകദേശം ഒരു ഫോളോ അപ്പിൽ കൃത്യമായിട്ട് ആ ഒരു പാറ്റേണിൽ ബ്ലീഡിംഗ് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു കേസിൽ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്ത് തന്നെയാണ് അതിൽ കൊടുത്തത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 42 years ആയിട്ടുള്ള ഒരു ലേഡി. അവർക്ക്
ഇൻക്രീസ്ഡ് ബേണിംഗ് സെൻസേഷൻ ഓൾ ഓവർ ദ ബോഡി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് മഹാതിക്തക കഷായമാണ് ഒരു സംഗ്രഹണ ഡ്രഗ് ആയിട്ട് കൊടുത്തത്. ദെൻ പുഷ്യാനക ചൂർണം ആൻഡ് പ്രവാളഭസ്മം ഉണ്ടായിരുന്നു. ട്രാഡിക്സ് ആൾസോ ആഡഡ്. അത് കഴിഞ്ഞ് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അവർക്ക് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് മഹാതിക്തകം കഷായം, ചന്ദ്രപ്രഭ ഗുളിക, ഗുഗ്ഗുല പഞ്ചബല ചൂർണത്തിൽ അവിഭക്തി ചേർത്ത്. അതിന്റെ ഉദ്ദേശം ഒരു ലേഖന ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം ഒരു പിത്തശമനം കൂടെ ആവാൻ വേണ്ടി ആ ഒരു തിക്നെസ്സിനെ കുറയ്ക്കാനും കൂടെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നവായസൻ ടാബ്ലറ്റും ആഡ് ചെയ്തു. ഈ ഒരു കേസിലും തന്നെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് ബ്ലീഡിംഗ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ബ്ലീഡിംഗ് ടൈമിൽ ആഡ് ചെയ്തൊരു സാധനമായിരുന്നു ആടലോടകം, വാശാസരസം വിത്ത് ഹണി ഈസ് ഓൾസോ ആ ഒരു പേഷ്യന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇതിലും ഹെവി ബ്ലീഡിംഗ് ഫ്രം 2/10/2019 ബ്ലീഡിംഗ് തുടങ്ങിയിട്ട് 15th ഒപ്പിയിൽ വന്നത്. ആ സമയവും ഫുൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെവി ബ്ലീഡിംഗ് വിത്ത് ആൻ ഇന്റർവൽ ഓഫ് 15 days. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് ചെയ്യേണ്ട അതിനകത്ത് ശ്രദ്ധിച്ച പോയിന്റ്, റെഗുലർ സൈക്കിൾസ് വിത്ത് 15 days ആകുമ്പോഴത്തേക്കിന് നെക്സ്റ്റ് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതില് തിക്തകം കഷായ ഗുളികയാണ് കൊടുത്തത്. ദെൻ പുഷ്യാനികം ആൻഡ് പ്രവാളഭസ്മവും ആടലോടക സ്വരസവും കൊടുക്കേണ്ടായി. ദെൻ അത് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം കൊടുത്ത മെഡിസിൻസ് പ്രായന്ത്യാദി കഷായം, കാഞ്ചനാര ഗുഗ്ഗുലു പഞ്ചബല ചൂർണം ആൻഡ് അന്നഭേദി സിന്ദൂരം. ആ ഒരു കേസിലും ഇപ്പോൾ റെഗുലർ ആയിട്ട് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇവിടെ ഗ്ലൂച്ചാദി കഷായ ചൂർണം, ഇവിടെ തന്നെ ഹെവി പ്രസന്റേഷൻ വിത്ത് ഇതൊരു എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ ഉള്ള ഒരു കേസായിരുന്നു. അവരുടെ പ്രീവിയസ് റിപ്പോർട്ടിനകത്ത് 16 millimeter ഓഫ് എൻഡോമെട്രിയൽ തിക്നെസ് വാസ് നോട്ടീസ്ഡ്. ആ ഒരു കേസിൽ ഗ്ലൂച്ചാദി കഷായ ചൂർണം, പ്രവാളഭസ്മം, ബ്ലീഡിംഗ് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആയിരുന്നു. ദെൻ 1 or 2 days, ഐ തിങ്ക് 3 days ഈ ഒരു മെഡിസിൻസ് കൊടുത്ത് ഗ്ലൂച്ചാദി പാനകമായി കണ്ടിന്യൂ ചെയ്യാനും, ദെൻ ബയോജസ്റ്റ് കാരണം ഒരു ലോവർ അബ്ഡമൻ പെയിൻ പറഞ്ഞു ഗുഗ്ഗുലു പഞ്ചബലത്തിന്റെ ടാബ്ലറ്റ് എന്നുള്ള രീതിയിൽ ബയോജസ്റ്റ് ടാബ്ലറ്റ്, കാഞ്ചനാര ഗുഗ്ഗുലു അന്നഭേദി സിന്ദൂരം ആണ് കൊടുത്തത്. നെക്സ്റ്റ്, ഒരു 3 weeks കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഒരു സ്കാൻ റിപ്പോർട്ട് വന്നിട്ടില്ല. അബൌട്ട് 10.3 ആയിട്ട് അവരുടെ എൻഡോമെട്രിയൽ തിക്നെസ് കുറയുണ്ടായി. അതായത് 16 എന്നുള്ളത് 5 months ബാക്ക് ആണ്. പക്ഷെ മെഡിസിൻസ് കഴിച്ച് 3 ഒരു ഫോളോ അപ്പിന് വേണ്ടി ജസ്റ്റ് നോക്കിയതാണ്. അപ്പോഴത്തേക്കും തന്നെ ആ ഒരു തിക്നെസ് കുറഞ്ഞു വരുന്നുണ്ട്. നെക്സ്റ്റ്, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ വരുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു CA-125 ഒരു ക്ലിനിക്കലി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഒരു ഉപശമനം കിട്ടുന്നുണ്ടോ, ബ്ലീഡിങ്ങിന്റെ അളവ് കുറയുന്നുണ്ടോ, തിക്നെസ് കുറയുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉപശമനം ഉണ്ട് എങ്കിൽ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് തിക്നെസ് കൂടുകയാണ് വീണ്ടും കാണുന്നുണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഒരു DNCയോ ബയോപ്സിയോ നിർദ്ദേശിക്കേണ്ടി വരും എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ കുറെ സിംഗിൾ ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരു വേരം പോലെയുള്ളത്, വാശാസരസം, അശോകത്തൊക്കെ, ഇതൊക്കെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഓക്കെ. നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് സ്കാൻ റിപ്പോർട്ട്, ഈ ഇതിനകത്താണ് അവരുടെ സ്കാൻ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്. ഏകദേശം 10 point ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും പ്രോബ്ലംസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഓക്കെ. ഇപ്പൊ ഓവേറിയൻ നിയോപ്ലാസം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മീൻസ് ഒരു CO-125 പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്, കോസസ് ഓഫ് എലിവേറ്റഡ് CA-125. സോ മെനി കേസസ് എൻഡോമെട്രിയൽ കാർസിനോമ, എൻഡോമെട്രിയോസിസ് എല്ലാത്തിലും തന്നെ അത് റൈസ്ഡ് ആയിട്ട് കാണാറുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് CA cervix. നെക്സ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്ക്രീനിങ് പ്രോഗ്രാം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതില് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ്, ദെൻ ഫൗൾ സ്മെല്ലിംഗ്, ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ്, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആൻഡ് ഇറഗുലർ ബ്ലീഡിംഗ് ഇത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഒരു പെൽവിക് എക്സാമിനേഷൻ, ദെൻ പാപ് സ്മിയർ, ആ ഒരു രീതിയിൽ തന്നെ കോൾപോസ്കോപ്പി ആൻഡ് പാപ് സ്മിയർ, ദെൻ ഇഫ് നീഡഡ് കോൺ ബയോപ്സി ഇസ് ദ കമ്പൽസറി. നെക്സ്റ്റ്, അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് HPV ഇൻഫെക്ഷൻ വരെ ദെൻ പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് ഇതിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്റേണൽ മെഡിസിൻസ് ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ രസഗന്ധി മെഴുക്, ത്രിബല ഗുഗ്ഗുലു, മഹാതിക്തക കഷായം, മഹാതിക്തക ഘൃതം, ഗുഗ്ഗുലു തിക്തക ഘൃതം, ഇന്റേണലി ആൻഡ് PG ഒക്കെ ആയിട്ടും ഇതിനകത്ത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന മിക്ക കേസുകളിലും കൂടുതലായിട്ട് കാണുന്നത് ഇൻഫ്ലമേറ്ററി സ്മിയർ. ഇപ്പൊ നമ്മൾ പാപ് സ്മിയർ അയച്ചു കഴിഞ്ഞാലും ഒരു മെജോറിറ്റി ഓഫ് കേസ് റിപ്പോർട്ടിൽ കാണുന്നത് ഇൻഫ്ലമേറ്ററി സ്മിയർ എന്നായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇൻഫ്ലമേറ്ററി സ്മിയർ വന്നാലും ഒരു ഫസ്റ്റ് ഗ്രേഡ് CIN ആണെങ്കിൽ പോലും നമുക്ക് കാരണം അവർ സാധാരണ രീതിയിൽ മോഡലിൽ പറയുന്നത് 6 months കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് ആണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇന്റർവെൻഷൻ പോസിബിൾ ആണ്. ഒരു കേസ് വിത്ത് ക്രോണിക് ലോ ബാക്ക് പെയിൻ, heavy abnormal vaginal discharge, itching, dyspareunia was present. On pap smear, it was about CIN grade 1. Next,
ഇതില് മെഡിസിൻ ആദ്യം സെലക്ട് ചെയ്തത് നിർഗുണ്ടിയാതി കഷായം ആൻഡ് ത്രിബല ഗുഗുലു ആണ് ഇന്റേണലി കൊടുത്തത്. ഇതിന് ത്രിബല ആൻഡ് ടങ്കണം യൂസ് ചെയ്തിട്ടുള്ള ക്ഷാരം വജൈനൽ ഡൂഷ് ചെയ്തു. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഗുഗുലു തിക്തഘൃതം പിജു ആയിട്ടും ഗുഗുലു തിക്തഘൃതം ഇന്റേണലി അവർക്ക് കൊടുക്കേണ്ടായി. അങ്ങനെ ഒരു ആഫ്റ്റർ 6 months ഫോളോ അപ്പ് പാപ് സ്റ്റഡി, പാപ് സ്മിയർ നോർമൽ സ്റ്റഡി ആയിട്ടാണ് കണ്ടത്. ഇതിപ്പോ CIN grade 1 ആണെങ്കിലും ഈവൻ നമുക്ക് കൊടുക്കാവുന്നത്, അതായത് ഇൻഫ്ലമേറ്ററി സ്മിയർ ആണെങ്കിലും ഈ രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഒരു കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഏതാണ്ട് അല്ലെ ഒരു DUB എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക് ആണ്. അത് ആക്ച്വലി DUB എന്നുള്ളതല്ല ഇന്നത്തെ കൺസിഡർ ചെയ്തത് ഇന്നത്തെ ഒരു പ്രസന്റേഷനിൽ. അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് വരുന്ന എല്ലാറ്റിനെയും കൂടെ ആകത്തുകയായിട്ടാണ് എടുത്തത്. സോ ആയുർവേദിക് മാനേജ്മെന്റ് ഇസ് എഫക്റ്റീവ് ഇൻ ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അപ്പൊ അത് അക്കോർഡിംഗ് ടു പേഷ്യന്റ് ആൻഡ് കണ്ടീഷൻ ടു കണ്ടീഷൻ ഇറ്റ് ഡിഫേഴ്സ്. പ്രകൃതി, ദോഷ, അഗ്നി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് മാനേജ്മെന്റ്. And then judicious blend of Ayurveda medicine, Panchakarma therapy and gynecological procedures could do miracles in the field of Sri Roga. So thank you. അതിനകത്തുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കഷനുള്ളൊരു ടൈം എടുക്കാം. താങ്ക് യു ഡോക്ടർ. വളരെ യൂസ്ഫുൾ ആയ സെഷൻ ആയിരുന്നു. ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ മാം? വായിച്ചോളൂ. അതൊരു ഞാൻ മെസ്സേജ് വായിക്കാം. Okay. Good evening, ma'am. In the first step, we could arrest the Stambana medicines, but patient get bleeding very next week. USG shows thickened endometrium. Other reports was normal. In this frequent bleeding, how can we give long-term medications other than Stambana, and how many months will it take to get for a normal cycle? Okay. I think I explained in the further slides on the coming to the end of the topic. I discussed this matter itself. First of all, we have to give the Stambana medicines to stop, not only Stambana or Sangrahana medicines to control the bleeding, not to arrest the bleeding, but to control the bleeding. Then after, if there is increased endometrial thickness, we have to select the medicines like Kanjanara Gugulu or Legana principles of medicines to reduce the endometrial thickness. I think about 5 or 6 months will take to coming to a normal thing. Okay, Dr. Where question? Can you explain how to identify the Samavastha case? Okay, I think as I mentioned in some Lasa, Ruji, and then some Amalakshana is commonly appearing. It is the Sama predominance, and otherwise, if it is not in a clotted bleeding, it is a free flow bleeding. There is no Actimandya, and such conditions we can take it as a Niramalakshana. Okay, doctor. In such Nirama conditions, we can select the Stambana medicines on first stage itself. Doctor, 50-year-old lady shows few squamous cells in pap smear. Yeah, okay. So what to do in the condition? I think the correct report is needed. Mostly there is small tissue changes. Is also, if it is atypia, then only we have to consider the further. In most of the cases, after 6 months, there is revaluation is needed. But in other cases, we can select last prescribed medicine. We can select in such condition and rule out is there any other changes also, like CA125 and other we can consider. A 27-year-old lady, PCOS case, there is a presence of clouds in the menstrual blood. What could be the reason? Okay, I already covered. What is the medicine can be given soon after hysterectomy? Soon after hysterectomy, I think as usual, സാധാരണ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു രക്തപ്രസാദനമായിട്ട് അഗ്നിദീപനമായി ഉള്ള മെഡിസിൻസ് തന്നെ ആവശ്യമുള്ളൂ.
അതിനെ കൺസിഡർ ചെയ്യുന്നത് രക്തപ്രസാദനം തന്നെയാണ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വാദശമനമായിട്ടുള്ളത് വേണം. കാരണം ഒരു സ്പേസ് സാധാരണ രീതിയിൽ ഹിസ്റ്റക്ടമി കഴിഞ്ഞാൽ ഒരു സ്പേസ് ക്രിയേറ്റിംഗ് ആണ്. സോ വാദശമനം, അഗ്നിദീപനം ആൻഡ് രക്തപ്രസാദനം ആർ ദ ചോയ്സ് ഓഫ് മെഡിസിൻസ് ദർ. Okay, ma'am. Intramural fibroid management. Intramural fibroid I already described. I think Okay. here the Legana principles of medicines are needed, but Snigdha is also needed there. Like Chirivilwadi Gruda is also a good choice in such conditions. Shaya, Chirivilwadi Gruda, etc. is also good. What could be the treatment in case of PCOD, heavy and repeatedly uncontrolled bleeding in young age? Yeah, okay. I described, but even though PCOS is the first line of management, bleeding control, then follicles, because it's a type of anovulatory bleeding in such conditions. So our aim to produce the ovulation, folliculogenesis, etc. Our aim to manage this condition. So that from just after stopping the bleeding, from second or third day, we are giving some small quantity of gruda, like Sukumara gruda or Dadimadi gruda, etc. And then after 14 or 15 days, then we are giving to regulate the menstrual cycle. Okay. Is there any problem of taking Vasas Versa with honey for long time period, 1 to 2 months? Yeah, I think Vasha Sarsa is not, we are commonly advising continuously. ആ ഒരു ബ്ലീഡിംഗ് ഫേസിൽ ഒരു സ്തംഭനമായിട്ട് മാത്രമാണെന്ന് തോന്നുന്നു വാശസരസ കൊടുക്കാറ്. അങ്ങനെ പ്രാക്ടീസിൽ അങ്ങനെ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസും കാരണം സ്ഥിരമായിട്ട് അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാറില്ല എന്നാണ് എനിക്ക് എല്ലാവരും അറിവ്. ഓക്കെ മാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A 34-year-old lady with a regular 20-day cycle with pale blood flow since last 8 months. Duration 3 days, only with a slight pain. Endometrial thickness on 9th day is 6.5 mm. Ovaries appear normal, also colorless, clear discharge, not severe from the 10th day. Usually her stomach gets bloated before periods. What we can do? I think the conditions are quite normal. According to the patient condition, we have to manage. Okay. A lady of 50-year-old age complaining of heavy bleeding since 2 weeks, missed period since 3 months. USG reveals mildly bulky uterus with a 12 mm echoic abnormal endometrial lining. Allopathy doctor suggested DNC. Is DNC essential? Yeah, okay. This condition is also described. If there is getting upashaya, then only we can continue for that. And if the endometrial thickness is reducing or the bleeding is controlled, then we can go with that. If the CA125 is within normal limit, we can go with our medicine. Otherwise, we have to rule out through the DNC or with the biopsy. In some conditions, it's needed. Which is the best grida for doing Virejana in PCOD patients? In Virejana, Gruda we are not using for Virejana. Thailas are selecting, like Gandharva Eranda, then there are good Eranda preparations we are selecting for Virejana. For Gruda we are selecting for Snehana. Snehana. Then which Gruda is best for anovulatory condition? I think according to the patient, Kalyana Gruda, Dadimati Gruda, Sukumara Gruda, etc. are choice of medicines to to improve the follicles. I'm a 32-year with the intramural fibroid more than 5 centimeter. Can we treat primary infertility, heavy bleeding and pain during menstruation? Yeah, also. I think the same condition, one case presentation I put in that topic, like Snehopana done with then Google Dikta Gruda and Chirivilwadi Gruda, etc. are good choices. But if I think more than 5 centimeter, it's better to do myomectomy. Or if it is not responding the size, or if otherwise it may cause the problem with implantation. If it is heavy bleeding presentation, problem to implantation is also very common. So in such cases, more than 5 centimeter with primary infertility, it's better to do the myomectomy. Then after that, we can do the endometrial nourishment medicines, and also we can prepare through the preconception preparation to that patient. Which grida is best in anovulatory conditions of infertility? Yeah, I suggested the same itself. The Sukumara Gruda, Dadimadi Gruda, Kalyana Gruda. According to the condition, we can select. So many Grudas are there. Oligomenorrhea treatment reasons. Treatment HB is normal. Yeah, it's okay. Oligomenorrhea may be associated with so many conditions like this.
So we can, the treatment principles we are already discussed, I think. What about HPV vaccination? Yeah, in most of ഇവിടെ നമുക്ക് വളരെ common അല്ല, but in certain countries this HPV vaccination is very common. Okay, ma'am. Can Anabedi Sinduram can be taken for a long term? I think Anabedi Sinduram, even though up to so many months we are giving, I think no problem with Anabedi Sindura. If it is in the proper Anubana like lemon juice or with honey, etc., I think 2-3 months we are giving. I think no problem. PCO Samprapti. PCO Samprapti, I think it's not coming to this area. But even though there are so many different presentations and different clinical presentation to the PCOS also. It may be like obesity or lean PCO, and different conditions are there. In Vata Kaba Avarna maybe there, then Piktakshaya, and so many different conditions are there associated with. It's a large topic. We can come in another sessions. Okay. The YouTube fibroadenoma breast in the treatment. Oh, fibroadenoma in breast is also സാധാരണ രീതിയിൽ കുട്ടികളിൽ കാണുന്ന ഒരു ഇതാണ്. അത് റിമൂവ് ചെയ്ത് കളയാറുണ്ട്. ഇൻ സം കേസസ് വരണാധികൃത വരണാധികഷായ കാഞ്ചനാര ഗുഗുലൊക്കെ റെസ്പോണ്ട് ചെയ്ത് കാണാറുണ്ട്. വിത്തൗട്ട് പെയിൻ ആയിട്ടും അതിന് മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട് ഈ ഒരു ഫൈബ്രോഅഡിനോമ കേസിൽ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് റിക്കറൻസ് അതൊരു റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് പലപ്പോഴും സേഫ് ആയിട്ട് കാണാറുള്ളത്. PCOS for Snehapana, Thaila or Grida is best. Yeah, in most of the cases, Thaila is also good choice. Like Pipalyadi Anivasana Thaila, Tilathaila itself is good. Morchida Tilathaila is also good choice. But if it is lean PCO, we can select Grida also. How can we select? Thaila, Tilathaila, then Pipalyadi Anivasana Thaila are also good choices. How can we select the days for prescribing Gridapana in infertility and dosage? Gridapana, as usual, we are doing this Snehapana itself. It may be according to the appetite, we are increasing the dose. We start from the Hrastamatra, like 25 or 30 ml. As usual, we are doing. Same itself, if you are doing in HS Snehapana, in infertility also. Fibrocystic breast in perimenopausal age. Yeah, perimenopausal age, there are so many issues in the perimenopausal tissues, or means fibrocystic changes are also appearing in breast. If it is heaviness, like Amrdotra, Punarnavadi, Kaishora Gugulu, etc. may good. Then Gugulu Diktaka is also one good choice. If it is any other problem, we can reduce the size also. Tanganam does in douche. Tanganam, yeah. Tanganam we can select, use the along with the Tribala Kwada itself, while boiling we can add the Tangana for the ionic Sharana. Cycle start with 2 or 3 days spotting, then 3 days normal bleeding, then again spotting, continuous up to 5 days. Yeah, okay. Here the proper endometrial shedding is not happening. That's why the reason. So during the bleeding phase, we can give some anulomana drugs like Abayarishta, Gandharvastadi, etc. After that, we are giving some light, small amount of Grida to improve the endometrial thickness, and again anulomana. In such pattern, we can select the medicine for this improper shedding. Is it true that non-stopping, non-complicated perimenopausal bleeding reduces hot flushes? Reduces? Hot flush. That's not, I think, if it is stopped in uncomplicated cases. What's the question? Not clear? Is it true that not stopping non-complicated perimenopausal bleeding reduces hot flushes, etc.? Dr. Sinju online ഉണ്ടോ? ഡോക്ടർ ഒന്ന് നേരിട്ട് ചോദിക്കോ? Hello. Doctor.
in perimenopausal age group itself, if the bleeding is normal or uncomplicated, it can is not needed to stop. Because if it is heavy bleeding, then only we needed to stop the bleeding. Otherwise, it's quite normal, I think. അത് നമ്മളെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് ഫ്ലഷസ് ഒക്കെ കുറയും എന്നൊരു പറയുന്നത് ശരിയാണോ എന്നാണ് അങ്ങനെ തോന്നുന്നില്ല. അത് hot flushes is due to these hormonal variations itself. How can we calculate ovulation in irregular cycles? In irregular cycles, it's difficult to calculate the ovulation because even though most probably it be minus 14 days. അപ്പോൾ സാധാരണ രീതിയിൽ എപ്പോഴാണ് ഒരു പീരീഡ്സ് വരുന്നത് അത് -14 days ആണ് സാധാരണ നമ്മൾ ഓവുലേഷൻ ഡേറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. മുന്നോട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 14 days ആണ്. അപ്പോൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലസ് 14 days ആണ് നെക്സ്റ്റ് മെൻസ്ട്രുവേഷൻ ടൈം എടുക്കുന്നത്. ഇറഗുലർ സൈക്കിൾസിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്, ബട്ട് ഈവൻ ദോ -14 മേ ബി ദ ഓവുലേറ്ററി ഡേറ്റ്. യൂട്യൂബിൽ മറ്റേ ബ്രസ്റ്റ് അഡിനോമയുടെ അത് നമ്മൾ ട്രീറ്റബിൾ അല്ലേന്നാണ് ഒരു ചോദ്യം ഉണ്ട് ഡോക്ടറെ. ബ്രസ്റ്റ് അഡിനോമ ട്രീറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ലേഖന പ്രോപ്പർട്ടീസ് ഓഫ് മെഡിസിൻസ് കൊണ്ട് ചെറിയ രീതിയിൽ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് കംപ്ലീറ്റ് പോകുന്നതായിട്ട് പൊതുവെ കുറവാണ് അതിന്റെ ഒരു ഇത് കണ്ടിട്ടുള്ളത്. കാരണം അത്ര കട്ടിയായിട്ടൊരു മാസമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പലപ്പോഴും റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് കണ്ടിട്ടുള്ളത്. കുറെ കേസുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ. പെയിൻഫുൾ അല്ല, അത് ഗ്രോ ചെയ്യുന്നില്ല എങ്കിൽ അത് നിന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഓക്കെ മാം, അയ്യോ തോന്നുന്നുണ്ട് മാം. താങ്ക് യു. ഓക്കെ സർ. ഓക്കെ മാം, ഡോക്ടർക്ക് താങ്ക്സ് പറയാനായിട്ട് ലീന ഡോക്ടറെ വിളിക്കാം. ഡോക്ടറെ കേൾക്കണില്ല കേട്ടോ. ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ. നമ്മുടെ ഡോക്ടർ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിശദമായും ഇൻഫർമേറ്റീവായും ക്ലിനിക്കൽ പ്രാക്ടീസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഡോക്ടർ അസ്മാബിയുടേത്. ഡോക്ടർ അസ്മാബിയെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. നമ്മുടെ ആയുർവേദ ഫ്രറ്റേണിറ്റിയുടെ തന്നെ ഒരു അഭിമാനമാണ്, പ്രത്യേകിച്ചും AMAയുടെ. AMA കുടുംബാംഗമാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വനിതാ ക്ലിനിക്ക് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ പല ജില്ലകളിലും വനിതാ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് CMEകൾക്കായാലും പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നതിനായാലും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച ഒരു ഡോക്ടറാണ് അസ്മാബി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഡോക്ടറെ പ്രത്യേകിച്ചൊരു നന്ദി പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ നമുക്കൊരു നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ വർക്കല ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ പേരിലും ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ പേരിലും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും ഡോക്ടർ അസ്മാബിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഇത്തരത്തിലൊരു വെബിനാർ സംഘടിപ്പിച്ച ഡോക്ടർ ബൈജു, അതുപോലെ ഡോക്ടർ അശ്വതി, ഡോക്ടർ ശ്രീരഞ്ജിനി, അതുപോലെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജയശ്രീ ധനേഷ്, നമ്മുടെ ഈ സെമിനാർ, നമ്മുടെ ഈ സീരീസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഡോക്ടർമാർക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ വെബിനാർ സീരീസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അജ്മലിന് ഇത്രയും നേരം, ഇന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഉച്ച മുതൽ ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് വനിതാ കമ്മിറ്റിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ 8 മണി മുതൽ ഇരുന്നു. ഡോക്ടർ അജ്മലിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഏതായാലും അസ്മാബി ഡോക്ടർക്ക് ഈ ഊർജ്ജസ്വലതയോടുകൂടി എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി, ഇങ്ങനെ ഒരു അവസരം തന്നതിന് അശ്വതി ഡോക്ടർക്കും ബൈജു ഡോക്ടർക്കും എല്ലാവർക്കും ലീന ഡോക്ടർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
Thank you. Thank you all. Okay, doctor. Thank you. Sabin? മാം. നമുക്ക് ചെയ്തേക്കാം. ഓക്കെ. പറ്റില്ലേ? അജ്മൽ ഡോക്ടർ അവിടെ ഇല്ലേ? ഇല്ല, അജ്മൽ ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു, കണ്ടില്ലെന്ന് തോന്നുന്നു. അതെയോ? എന്റെ അജ്മൽ ഡോക്ടറിനെ പറ്റത്തുള്ളൂ. അപ്പൊ നീ അത് ഇത് ചെയ്തേരെ, എൻഡ് ചെയ്തേരെ മീറ്റിംഗ്. അല്ല, മീറ്റിംഗ് ലീവ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. എൻഡ് ചെയ്യാൻ സാറിന് പറ്റത്തുള്ളൂ. ശരി ശരി ശരി, ഓക്കെ. ഹലോ സാർ, മീറ്റിംഗ് എൻഡ് ചെയ്യാമോ? ഹലോ ഹലോ സാർ, മീറ്റിംഗ് ഒന്ന് എൻഡ് ചെയ്യാമോ?